ട്ടെ ഈ പകൽക്കാലവും വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും പോകുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്ന ആലോചനകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ ഒരു പ്രാവശ്യം കൂടെ ഈ ദിവസങ്ങളിലെല്ലാം നാം ഒരുമിച്ച് ചിന്തിച്ച ആലോചനകൾ ആവർത്തിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ആലോചനകളിലേക്ക് പ്രവേശിക്കാം. ഇതൊരു തുടർച്ചയാകുന്ന ക്ലാസ്സുകളാകുന്നതിനാൽ ഈ യോഗങ്ങളുടെ പ്രാരംഭ ദിവസം മുതലുള്ള ആലോചനകളുടെ ഒരു തുടർച്ചയാണ് ഇന്ന് പകലും നാം ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. അതിനാൽ ഇന്ന് നടാടെയായി വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു രൂപം ലഭിക്കുവാൻ വേണ്ടി തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം ആരംഭിച്ചത്. സമാധാനത്തിൻ്റെ ദൈവമോ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, നിങ്ങളുടെ അശേഷം നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും കർത്താവിന്റെ വരവെങ്കിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. മനുഷ്യൻ്റെ ഒരു ട്രൈക്കോട്ടമിയാണ്. അവനൊരു ആത്മാവുണ്ട്, അവനൊരു മനസ്സുണ്ട്, അവനൊരു ശരീരമുണ്ട്. ഈ 3 ഘടകങ്ങളെയും വിടുവിക്കുന്ന ശുശ്രൂഷയാണ് യേശുവിൻ്റെ ശുശ്രൂഷ. ആ 3 ഘടകങ്ങളുടെ പ്രാധാന്യത്തിൽ ഞാൻ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രാണൻ, മനസ്സുമായുള്ള ബന്ധം. മനസ്സാണ് ഒരു മനുഷ്യനെ ആത്മികനോ ജഡീകനോ ആക്കുന്നത്. 3 തരത്തിലുള്ള മനുഷ്യരുണ്ട്: നാച്ചുറൽ മാൻ, കാർണൽ മാൻ ആൻഡ് സ്പിരിച്വൽ മാൻ. കാർണാലിറ്റി, കാർണൽ മാൻ ആൻഡ് സ്പിരിച്വൽ മാൻ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാണ്. നാച്ചുറൽ മാൻ രക്ഷിക്കപ്പെട്ടവനല്ല, അവൻ ലോക മനുഷ്യനാണ്. എന്നാൽ കാർണൽ മാൻ എന്തുകൊണ്ടാണ് അവൻ രക്ഷിക്കപ്പെട്ടിട്ടും കാർണാലിറ്റിയിൽ തുടരുന്നത്? വളരെ ലളിതം, അവൻ്റെ മനസ്സിന് രൂപാന്തരം വന്നിട്ടില്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കഴിയാത്തതിനാൽ അവൻ്റെ മനസ്സ് ജഡം പറയുന്നത് അനുസരിക്കുന്നു. ഏറ്റവും വലിയ രൂപാന്തരം സംഭവിക്കേണ്ടത് മനസ്സിലാണ്. മനസ്സിലുള്ള രൂപാന്തരത്തിന് തടസ്സമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുറിവുകൾ. മനസ്സ് സമുദ്രം പോലെയാണ്. മനസ്സിനകത്ത് വസ്തുക്കൾക്ക് സ്ഥലമുണ്ട്, വ്യക്തികൾക്ക് സ്ഥലമുണ്ട്, സംഭവങ്ങൾക്ക് സ്ഥലമുണ്ട്. ഇന്നലകളിൽ തിന്മ നിറഞ്ഞ പല സംഭവങ്ങളും നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്നതിനാൽ അത് നമ്മുടെ പുരോഗതിയെ തടയുകയാണ്. അതിനെ എടുത്തു കളഞ്ഞതിന് ശേഷം അതിനെ സക്ക് ചെയ്ത് വാക്യൂം ക്ലീനർ ഉപയോഗിച്ച്, ദൈവവചനം വന്ന വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് സക്ക് ചെയ്ത് പുറത്തെടുത്ത് കളഞ്ഞിട്ട് ആ ശൂന്യതയിൽ ദൈവസ്നേഹം നിറയ്ക്കുന്ന ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ. മനസ്സിന് 3 പ്രധാനപ്പെട്ട തട്ടുകളുണ്ട്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അൺകോൺഷ്യസ് മൈൻഡാണ്. അനേകരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ അറിയില്ല എൻ്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, എൻ്റെ സ്വഭാവത്തിൽ എന്താണ് സംഭവിക്കുന്നത്. കാരണം മറഞ്ഞു കിടക്കുന്നത് പലതും അബോധ മനസ്സിലാണ്, അൺകോൺഷ്യസ് മൈൻഡിലാണ്. ഞാൻ പറഞ്ഞു, അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് ഓർമ്മയിൽ പോലും വരില്ല. ലൂക്കോസ് 1:15 പ്രകാരം അമ്മയുടെ ഉദരം മുതൽ തന്നെ അൺകോൺഷ്യസ് മൈൻഡ് സജീവമാണ്. കാരണം യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. 3 മണ്ഡലങ്ങളും സജീവമാകുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിറവിനെ കൊടുക്കുകയുള്ളൂ. ആ മനസ്സ് അവിടെ സജീവമാകുന്നതിനാൽ അത് കോൺഷ്യസ് മൈൻഡുമല്ല, സബ് കോൺഷ്യസ് മൈൻഡുമല്ല, അൺകോൺഷ്യസ് മൈൻഡാണ്. അമ്മയുടെ പ്രതികരണങ്ങൾ, അപ്പൻ്റെ പ്രതികരണങ്ങൾ, ജനിച്ച സമയത്തുണ്ടായ സംഭവങ്ങൾ, ജനിച്ചതിന് ശേഷം 1-ാം വയസ്സിലുണ്ടായ സംഭവങ്ങൾ, 2-ാം വയസ്സിലുണ്ടായ സംഭവങ്ങൾ, അവിടെ നടുക്കിയതും നിന്നെ സ്വാധീനിച്ചതുമായത് പലതും നിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്. അന്നവർ നിന്നെ നോക്കി നീ വേണ്ടാത്ത കുഞ്ഞാണ് എന്ന് പറഞ്ഞത് നിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്. അതിനാൽ ഇപ്പോഴും നിനക്ക് ഒരു ചിന്ത ഹൃദയത്തിൽ, ഐ എം അൺവാണ്ടഡ്, എന്നെ ആർക്കും വേണ്ട. നിനക്കറിയില്ല ഇത് എവിടെ നിന്ന് ഈ ചിന്ത വരുന്നു എന്ന്. നിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. ആ മേഖലയെ കണ്ടെത്തുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. യേശുവിൻ്റെ കണ്ണുകൾ മാത്രമേ അവിടെ വരെ എത്തുകയുള്ളൂ. ലോകത്തിലെ ഒരു സ്കാനിങ് മെഷീനും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുവിൻ്റെ കണ്ണുകൾ അവിടെ വരെ കടന്നു ചെല്ലും. അവിടുത്തെ പ്രകാശം അവിടെ വരെ കടന്നു ചെല്ലും. തിന്മ നിറഞ്ഞ വസ്തുക്കൾ ഉണ്ടെങ്കിൽ സഹകരിക്കുകയാണെങ്കിൽ യേശു ആ തിന്മ നിറഞ്ഞ വസ്തുക്കളെ പുറത്തെടുത്ത് കളഞ്ഞതിന് ശേഷം അശൂന്യതകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ അയച്ച് നിറയ്ക്കുവാൻ യേശു വിശ്വസ്തനാണ്. മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു: ഇമോഷൻസ്, ഇമാജിനേഷൻസ് ആൻഡ് മെമ്മറീസ്. ഇമോഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇമോഷൻസും ആറ്റിറ്റ്യൂഡും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിന്റെ മനോഭാവം എന്താണ്? മനോഭാവം മാനസാന്തരപ്പെട്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു.
അതിൽ നിന്ന് ഉളവാകുന്നത് നല്ല ഇമോഷൻസ് ആയിരിക്കും. തിന്മ നിറഞ്ഞ ഇമോഷൻസ് ഉണ്ട്, കോപം, ക്രോധം, ഇവയൊക്കെ തിന്മ നിറഞ്ഞ ഇമോഷൻസ് ആണ്. നന്മ നിറഞ്ഞ ഇമോഷൻസ്, സ്നേഹം, സന്തോഷം, ഇവയൊക്കെ നന്മ നിറഞ്ഞ ഇമോഷൻസ് ആണ്. ഇമോഷൻസിന്റെ മണ്ഡലങ്ങളിൽ നന്മ നിറഞ്ഞ ഇമോഷൻസ് പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം മനോഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു വ്യക്തിക്ക് കഴിയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മീക ജീവിതത്തിന് ഒരു വലിയ മുന്നേറ്റം, ഒരു കുതിച്ചുചാട്ടം തന്നെ പ്രാപിക്കുവാൻ കഴിയും. രണ്ടാമത് ഇമാജിനേഷൻസ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തോട്ട് പാറ്റേൺ എങ്ങനെയുണ്ട്, നിങ്ങളുടെ സങ്കല്പങ്ങൾ എങ്ങനെയുണ്ട്. പ്രത്യാശ ഒരു നല്ല സങ്കല്പമാണ്, നിരാശ ഒരു തിന്മ നിറഞ്ഞ സങ്കല്പമാണ്. സങ്കല്പങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തോട്ട് പാറ്റേൺ ആണ്. ഒരു വ്യക്തിയുടെ തോട്ട് പാറ്റേണിന്, ചിന്ത എന്താണ്, സംസാരിക്കുന്നത് വല്ലപ്പോഴുമാണ്, ആവശ്യമുള്ളപ്പോഴാണ്. എന്നാൽ 24 മണിക്കൂറും നിന്റെ മനസ്സ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ എന്ന് പറയുന്നത് മനസ്സിനോട് സംസാരിക്കുന്നതാണ്. സോൾ ടോക്സ് ടു സോൾ. സോളിനോട് തന്നെ സോൾ സംസാരിക്കുന്നതാണ് ചിന്ത എന്ന് പറയുന്നത്. അത് നിഷേധാർത്ഥകമാകുന്നു എങ്കിൽ, നെഗറ്റീവ് ആകുന്നുവെങ്കിൽ, ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ തകർന്നുപോയി, എന്നെ കൊള്ളില്ല, എനിക്ക് സൗന്ദര്യമില്ല, ഞാൻ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട വ്യക്തി, ആ നിലകളിൽ നിഷേധാർത്ഥകമാകുന്ന ചിന്തകളാണ് നിന്റെ തോട്ട് പാറ്റേണിൽ ഉള്ളതെങ്കിൽ നിന്റെ മുൻപിൽ വരുന്ന വിജയങ്ങൾ പോലും നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുകയില്ല. നീ നിരന്തരം ഒരു പരാജിതനാകുന്ന വ്യക്തിയായി തീരുവാൻ ഇടവരും. തോട്ട് പാറ്റേണെ സ്വാധീനിക്കുന്ന 2 കാര്യങ്ങളാണ് വേൾഡ് വ്യൂ ആൻഡ് ബിലീഫ് സിസ്റ്റം. അവിടെ തന്നെ നമ്മുടെ ഐഡന്റിറ്റി, ഞാൻ ആരാകുന്നു, ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതിലൂടെയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതിലൂടെയാണ് നിനക്ക് നിന്റെ ഐഡന്റിറ്റി, നീ ആരാണെന്ന് കണ്ടെത്തുവാൻ കഴിയുന്നത്. ആ ഐഡന്റിറ്റി ക്രൈസിസിൽ നിന്ന് നിനക്ക് പുറത്തു വരാം. ക്രിസ്തുവിൽ ഞാൻ ഇതാകുന്നു, ക്രിസ്തുവിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ക്രിസ്തുവിൽ ഞാൻ ലോകത്തിന്റെ ഉപ്പാകുന്നു, ക്രിസ്തുവിൽ ഞാൻ രാജാവാകുന്നു, ക്രിസ്തുവിൽ ഞാൻ പുരോഹിതനാകുന്നു. ആ ഐഡന്റിറ്റി ക്രൈസിസ് പരിഹരിക്കപ്പെടുന്നതോടുകൂടെ തോട്ട് പാറ്റേൺ മുഴുവൻ പോസിറ്റീവായി തീരും, സാക്ഷാത്തായ തോട്ട് പാറ്റേൺ ആയി തീരും, ദൈവവചന പ്രകാരമുള്ള തോട്ട് പാറ്റേൺ ആയി തീരും. അത് വിടുതലിന് സഹായകരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ മണ്ഡലം ഞാൻ പറഞ്ഞു, ഓർമ്മകൾ, മെമ്മറീസിനെ സൗഖ്യമാക്കുവാൻ, ദിനംതോറും ഓർമ്മകളെ സൗഖ്യമാക്കുവാൻ ഒരു വ്യക്തി പഠിക്കുകയാണെങ്കിൽ, വേദനകൾ ഓർമ്മകളിൽ എപ്പോഴും ഓർക്കുക. സംഭവങ്ങൾ അധികം, ആ സംഭവം നടന്നപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ റെസ്പോൺസ്, നിങ്ങളുടെ വൈകാരിക പ്രതികരണം, ഇവ രണ്ടും കൂടെ ചേരുന്നതാണ് ഓർമ്മയെന്ന് പറയുന്നത്. ആ സംഭവം അവിടെ തുടരും. ഇന്നും ആ മരിച്ച സംഭവം നമ്മുടെ ചിന്തയിലുണ്ട്. പക്ഷേ ആ സംഭവത്തോട് ചേർന്ന് വന്ന ആ വൈകാരിക പ്രതികരണത്തെ യേശുവിന്റെ നാമത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്യുവാൻ കഴിയും. ഒരു വേദനിപ്പിക്കുന്ന സംഭവം, ഒരു കോപം വരുത്തിയ സംഭവം, ഒരു പീഡനം വരുത്തിയ സംഭവം, നാണം വരുത്തിയ സംഭവം അവിടെ തുടരും. നാണത്തെ ക്യാൻസൽ ചെയ്യാം, വേദനയെ ക്യാൻസൽ ചെയ്യാം, പീഡനത്തെ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ മെമ്മറീസിനെ സൗഖ്യമാക്കുവാൻ ഒരു വ്യക്തിക്ക് ദിനംതോറും ഓർമ്മകൾ, പീഡിപ്പിക്കുന്ന ഓർമ്മകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ദിനംതോറും ഓർമ്മകളെ സൗഖ്യമാക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുകയാണെങ്കിൽ സ്വസ്ഥമായി ഉറങ്ങാം, ക്രിസ്തുവിൽ വളരുവാൻ കഴിയും. എന്താണ് അടയാളങ്ങൾ? നമ്മുടെ മനസ്സിന് ഒരു സൗഖ്യം വേണമോ? ആന്തരിക മുറിവുകളുടെ അടയാളങ്ങൾ ലാബറട്ടറിയിൽ ചെന്ന് രോഗി രക്തം പരിശോധിക്കുന്നത് പോലെ ശരീരവും മനസ്സും പരിശോധിച്ചു കഴിഞ്ഞാൽ ആന്തരിക മുറിവുകൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഞാൻ പറഞ്ഞത് ദീർഘമാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സാഡ്നെസ് ഒരടയാളമാണ്, സെൽഫ് പിറ്റി ഒരടയാളമാണ്, സെൽഫ് ഹേറ്റ്രഡ് ഒരടയാളമാണ്, ആങ്സൈറ്റി ഒരടയാളമാണ്, ഡിപ്രഷൻ, വിഷാദരോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ ഇടയിലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് വിഷാദരോഗം. ഈ രോഗങ്ങൾക്ക് ഇടയിൽ തന്നെ ചിലരെന്നോട് സംസാരിക്കുകയുണ്ടായി, ബ്രദർ, ഏറ്റവും അധികം എന്നെ സ്വാധീനിക്കുന്നത് വിഷാദം, നിരാശയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല. നിരാശയുടെ ഒരു ലളിതമാകുന്ന സൈൻ ഞാൻ പറഞ്ഞു, ദീർഘശ്വാസം. കൂടെ നിങ്ങൾ ദീർഘശ്വാസം എടുക്കുന്നവരാകുന്നുവെങ്കിൽ എവിടെയോ വിഷാദരോഗത്തിന്റെ ഒരു സ്വാധീനം നിങ്ങളിലുണ്ട് എന്ന് വ്യക്തമാണ്. വിഷാദരോഗം പല നിലകൾ, പല സാഹചര്യങ്ങൾ, ഒറ്റപുത്രിയായി വളർന്നു വരികയാണെങ്കിൽ വിഷാദരോഗം സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. പല കാരണങ്ങൾ മൂലം വിഷാദരോഗം സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. അമ്മയിൽ വിഷാദരോഗം ഉണ്ടായിരുന്നുവെങ്കിൽ, വിഷാദത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ വിഷാദത്തിന്റെ സ്വാധീനം പൈതലിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. വിഷാദരോഗം, ആങ്സൈറ്റി, വ്യാകുലതകൾ. ഞാൻ ഏറ്റവും അധികം കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു മേഖലയാണ് വ്യാകുലതകളിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലൈറ്റായി തീരും, ഭാരം തന്നെ കുറയും, വലിയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഓർത്തുകൊള്ളുക, ഈ പ്രസ്താവന വിപ്ലവകരമാകുന്ന ഒരു പ്രസ്താവനയാണ്. ഇത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്.
ആ സ്വാതന്ത്ര്യം, ആങ്സൈറ്റിയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുമ്പോൾ ദൈവം തരുവാൻ വിശ്വസ്തനാകുന്നു. ഫിയറിനെ കുറിച്ച് ഞാൻ ദീർഘമായി സംസാരിച്ചു. അൺഫോർഗീവ്നെസ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആന്തരിക സൗഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. ബിറ്റർനെസ് പലരും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട്, അൺഫോർഗീവ്നെസ് ഉള്ളത് കൊണ്ട് അവർക്ക് ദൈവമായിട്ട് പോലും അടുത്ത് ബന്ധപ്പെടുവാൻ കഴിയുന്നില്ല. പല നന്മകളും തടസ്സപ്പെട്ടു പോകുകയാണ്. അൺഫോർഗീവ്നെസ്. എല്ലാവരോടും ക്ഷമിക്കുക, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നിന്നെ ആരൊക്കെ വഞ്ചിച്ചു, നിന്നെ ആരൊക്കെ അബ്യൂസ് ചെയ്തു, നിന്റെ മകൾ മറ്റൊരാളിന്റെ കൂടെ ഓടിപ്പോയോ, നിന്റെ ഭവനം തട്ടിയെടുത്തോ, ലക്ഷങ്ങൾ പോയോ, വേറെ ഒരു പരിഹാര മാർഗവും ഇല്ല. എല്ലാവരോടും ക്ഷമിക്കുക. ശത്രുക്കളെ ക്ഷമിക്കുവാൻ, ശത്രുക്കളോട് ക്ഷമിക്കുവാൻ നമ്മെ പഠിപ്പിച്ച യേശുവിന്റെ സ്നേഹത്തിന്റെ നിയമം അതാണ്. ശത്രുവിനോട് ഒരുവൻ ക്ഷമിക്കുവാൻ തുടങ്ങുന്നതോടുകൂടെ അവന് പിന്നെ ശത്രു ഇല്ലാതെയായി തീരുന്നു. അൺഫോർഗീവ്നെസ്, ആങ്കറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രമോദ് മഹാജനെ ഓർത്താൽ മതി. പ്രവീൺ വന്ന് പ്രമോദ് മഹാജനെ വെടിവെച്ചു വന്നു. പ്രമോദ് മഹാജന്റെ ഭാര്യ പറയുന്നത്, പ്രവീണും പ്രമോദും ഇളയ പ്രകാശും 3 പേരും ക്ഷിപ്രകോപികളാണ്. ക്ഷിപ്രകോപികളാകുന്നവർ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, അതേപോലെ അങ്ങ് തണുക്കുകയും ചെയ്യും. പക്ഷേ ഈ തണുക്കുന്നതിന്റെ ഇടയിൽ നാശം വിതച്ചിരിക്കും. പ്രവീൺ മഹാജനെ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തിയാണ്. പ്രമോദ് മഹാജനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രവീണായിരുന്നു മുന്നച്ചാടുന്നത്. പക്ഷേ പൊടുന്നനവേ ഒരു ശത്രുത്വമുണ്ടായി, ഒരു വൈകാരിക ക്ഷിപ്രകോപമുണ്ടായി, തോക്കെടുത്തു. ആ ക്ഷിപ്രകോപം തണുക്കുന്നതിന്റെ ഇടയിൽ ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. കോപ സ്വഭാവത്തിൽ നിന്ന് അനേകർക്കും വിടുതലില്ല. പലരുടെയും ജീവിതത്തിൽ ആത്മീക പുരോഗതിക്ക്, നല്ലൊരു ഭൂരിഭാഗം ആളുകളുടെ ആത്മീക പുരോഗതിക്ക് പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് ആങ്കറാണ്. ആങ്കറിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുകയാണെങ്കിൽ ഒരു വലിയ ആത്മീക മുന്നേറ്റം നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു, ടെൻഷൻസിനെ കുറിച്ച് പറഞ്ഞു, പല കാര്യങ്ങൾ ഞാൻ ആ അടയാളങ്ങളിൽ പറയുകയുണ്ടായി. ശരീരത്തിലുള്ള അടയാളങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ബ്ലഡ് പ്രഷർ ആങ്സൈറ്റിയുമായി കണക്റ്റഡ് ആണ്. മൈഗ്രെയിൻ തലവേദന അൺഫോർഗീവ്നെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഗ്യാസ്ട്രിക് അൾസറുകൾ, പല അൾസറുകളും ഡിപ്രഷനുമായി കണക്റ്റഡ് ആണ്. ആസ്മ ഫിയറുമായി കണക്റ്റഡ് ആണ്. സർക്കുലേറ്ററി ഡിസീസസ് ആൻഡ് ഹാർട്ട് പ്രോബ്ലംസിന് ഞാൻ തെളിവ് സഹിതം നിങ്ങളോട് പറഞ്ഞു. മിക്ക ഹാർട്ട് പ്രോബ്ലംസും സ്ട്രെസ്സിൽ നിന്ന് വരുന്നതാണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് എ ബിഹേവിയർ ഉള്ളവർ, ടൈപ്പ് എ ബിഹേവിയർ, ഡിപ്രഷൻ, ഔട്ട്ബേഴ്സ്റ്റ്, ആങ്കർ, ടൈപ്പ് എ ബിഹേവിയർ ഉള്ളവർ. ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജീവിത രീതി തികച്ചും ദൈവവചനത്തിന് വിരുദ്ധമാണ്. രാത്രി 2 മണി വരെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് 8 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ആദ്യം റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്ത് മമ്മൂട്ടിയുടെ മുഖം കണ്ടുകൊണ്ടാണ് മനുഷ്യർ എഴുന്നേൽക്കുന്നത്. അല്ലെങ്കിൽ തോമാച്ചന്റെ ടെലിഫോണും മൊബൈലും ചെവിക്ക് പിടിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. ആ ജീവിത രീതിക്ക് മാറ്റം വന്നിട്ട് നീ പ്രാർത്ഥിച്ച് സ്വോത്രം പറഞ്ഞ് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശുവിന്റെ മുഖം കണ്ടുകൊണ്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ പല ഹൃദയരോഗങ്ങളും മാറുവാൻ പോകുകയാണ്. പലർക്കും ഉറക്കമില്ലായ്മയുണ്ട്. ഇൻസോമിനിയ എന്ന് പറയുന്ന രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും ഉറക്കം ക്രമം തെറ്റിപ്പോകുന്നു. അതിനാൽ ഹാർട്ട് പ്രോബ്ലംസ്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഹോസ്പിറ്റലുകൾ പണമടിച്ചെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി, അങ്ങനെ പലതും. പക്ഷേ ഓർത്തുകൊള്ളണം, 10 വർഷമേ ഈവൻ ബൈപ്പാസ് സർജറിക്ക് ഗ്യാരണ്ടി ഉള്ളൂ. 40 വയസ്സുള്ള നീ ബൈപ്പാസ് സർജറി ഇന്ന് നടത്തിയാൽ 50 വയസ്സാകുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ 2 ലക്ഷം ഒരു ബൈപ്പാസ് സർജറി കൂടെ നടത്തണം. അതിനുള്ളിൽ ആ ബൈപ്പാസ് സർജറി പ്രയോജനമില്ലാതായി തീരുവാൻ സാധ്യതയുണ്ട്. ഏറ്റവും നല്ലത് ഈ ടൈപ്പ് എ ബിഹേവിയർ ഉള്ള യാതൊരു വിധമാകുന്ന ഇമോഷണൽ തിങ്സും നിന്റെ ഉള്ളിൽ വരാതെ ക്രിസ്തുവിനെ നിന്റെ മനസ്സിൽ നിക്ഷേപിക്കുക. ക്രിസ്തു നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അനാവശ്യമാകുന്ന ആർട്ടറിയിൽ, എൻഡോത്തീലിയത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ, അതിനെ ഞാൻ വിശദീകരിച്ചു. എൻഡോത്തീലിയത്തിൽ സുഷിരമുണ്ടാകുന്നത് ഇന്നത്തെ കണ്ടെത്തല് സ്ട്രെസ് മൂലമാണ്. എൻഡോത്തീലിയത്തിൽ സുഷിരമുണ്ടാകുന്നത് അല്ലാതെ കൊളസ്ട്രോളിന്റെ അംശം ശരീരത്തിൽ കൂടിയതുകൊണ്ട് ആർട്ടറിയിലേക്ക് ലീക്ക് ചെയ്തത് ബ്ലോക്ക് ആകുകയില്ല. എൻഡോത്തീലിയത്തിന്റെ അവിടെ സുഷിരമുണ്ടാകുന്നത് സ്ട്രെസ് മൂലമാണ്. ആ സ്ട്രെസ്സിൽ നിന്ന് നാം പുറത്തു വരികയാണ് എങ്കിൽ നമുക്ക് അത്ഭുതകരമായിട്ട് ഈവൻ ഹാർട്ട് ബ്ലോക്സിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. എൻ്റെ നല്ല സജഷൻ എന്ന് പറയുന്നത്, ഇനി ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും 10 വർഷം ഗ്യാരണ്ടി മാത്രമുള്ള ബൈപ്പാസിന് പോകാതെ നിത്യത മുഴുവൻ ഗ്യാരണ്ടിയുള്ള യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ഗ്യാരണ്ടിയാണ് കേട്ടോ. ആമേൻ. നീ മരിച്ചാലും ജീവിക്കുമെന്നാണ് യേശു പറയുന്നത്. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ലെന്നാണ് പറയുന്നത്. മരണഭയത്തിൽ നിന്ന് നമ്മെ ദൈവം വിടുവിക്കുവാൻ വിശ്വസ്തനാകുന്നു.
ആമേൻ. ഈ സയൻസ് ഉള്ളവർ, ഈ അടയാളങ്ങൾ സമ്മതിക്കണം. എനിക്കൊരു ആന്തരിക സൗഖ്യം ആവശ്യമാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളിൽ പലരും ഇന്നലെ രാത്രിയിൽ വരാത്തവർ ഇന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങളിൽ നല്ല ഭൂരിപക്ഷം ആളുകളും സ്നേഹം ലഭിക്കാത്തവരാ. എത്ര പേർ മുന്നോട്ട് വന്നു? സത്യസന്ധമായി മുന്നോട്ട് വന്നത് വിരലിലെണ്ണാൻ ഒരു 4-5 പേരാണ്. മറ്റുള്ളവർ എന്തുകൊണ്ടാണ് മാറി നിന്നത്? നാണമായിരിക്കും. ആ നാണം തന്നെ ഒരു ആന്തരിക മുറിവിന്റെ അടയാളമല്ലേ? അല്ലെങ്കിൽ ലജ്ജയായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണും. അതെല്ലാം ആന്തരിക പ്രശ്നങ്ങളാണ്. വിടുതൽ വേണ്ടവൻ യേശുവിന്റെ കുരിശിന്റെ അരികിലേക്ക് വന്ന് കൈമലർത്തി, യേശുവേ അങ്ങയുടെ സ്നേഹം എൻ്റെ മേൽ ഒഴിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവനെ കർത്താവ് തൊടുകയും ചെയ്തു. അബദ്ധം പറ്റരുത്. ചില പ്രത്യേക സമയങ്ങളുണ്ട്, ടൈമിങ്സ് ഉണ്ട്. ആ ടൈമിങ്സിൽ ഒരു ഓൾട്ടർ കോൾ കേൾക്കുമ്പോൾ ഓടിക്കൊള്ളണം. അതിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തൊട്ടുപിടിപ്പിക്കുവാൻ വിശ്വസ്തനാണ്. നാളെ ആകട്ടെ ആ യോഗം കഴിഞ്ഞിട്ട് ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കണം. ബ്രദറിന്റെ കയ്യിൽ ഒന്നുമില്ല, യേശുവിന്റെ കയ്യിലാണ് സകലം ഇരിക്കുന്നത്. ബ്രദർ സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും നടക്കുകയില്ല. എന്നാൽ യേശു ചില സമയങ്ങളിൽ പ്രത്യേകമായി വ്യക്തികളെ തൊടും. ഇന്നലെ മുന്നിൽ വന്നവരെ യേശു സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ആ ശൂന്യതകളെ കർത്താവ് നിറച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന്റെ കാരണങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലഭിക്കാതെ പോയ സ്നേഹം. അതിൽ തന്നെ അപ്പന്റെയും അമ്മയുടെയും സ്നേഹം. അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാതെ പോയതിന്റെ തന്നെ എക്സ്റ്റേണലൈസ് ചെയ്യുന്ന, ഇന്റേണലൈസ് ചെയ്യുന്ന ആ റിസൾട്ടുകളെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ. അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാതെ ഒരു കുട്ടി വളർന്നു കഴിഞ്ഞാൽ ഇത്രയും അധികം ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടൊക്കെ അവകാശപ്പെട്ട സ്നേഹം ലഭിക്കാതെ പോകുന്നു? അധ്യാപകന്റെ സ്നേഹം ലഭിക്കാതെ പോകുന്നു, സഹപ്രവർത്തകന്റെ സ്നേഹം ലഭിക്കാതെ പോകുന്നു, സമൂഹത്തിൽ പലയിടത്തും സ്നേഹം ലഭിക്കാതെ പോകുന്നു. എത്ര വലിയ ശൂന്യതകൾ സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. എത്ര വലിയ ശൂന്യതയാണെങ്കിലും അല്പം പോലും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എല്ലാ ശൂന്യതകളും യേശുവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റണം. യേശുവിനെ ദാഹിക്കണം. ശൂന്യത അല്പം കൂടിയാൽ ഒരു കുഴപ്പമില്ല. നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവതി. അത്രയും കൂടുതൽ യേശുവിനെ നീ ദാഹിക്കണം. ശൂന്യത കൂടുമ്പോൾ മനുഷ്യരെ ദാഹിക്കരുത്, മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കരുത്. യേശുവിന് വേണ്ടി ദാഹിക്കുകയാണെങ്കിൽ ആ ശൂന്യതകൾ മുഴുവൻ യേശു നിറയ്ക്കുവാൻ പോകുകയാണ്. ഒരത്ഭുത നിറവ് വെളിപ്പെടുവാൻ ഇടവരും. ആമേൻ. ഞാൻ അത് വിശദീകരിച്ചു. ലഭിക്കാതെ പോകുന്ന സ്നേഹം തന്നെ ആബ്സെൻസ് ഓഫ് പേരൻസ് ആൻഡ് പേരൻസ് വിത്ത് ഫാമിലി പ്രോബ്ലംസ്, ക്രൂവൽറ്റി ഓഫ് പേരൻസ്. മക്കളിൽ തന്നെ 4 മക്കളുണ്ടെങ്കിൽ ഒരു മോനെ കൂടുതൽ സ്നേഹിക്കുന്നു, മറ്റു 3 പേര് വേറെ 2 മക്കളോട് അല്പം സ്നേഹമുണ്ട്. ഇളയ ഒരുത്തനോട് പറഞ്ഞു, എടാ കഴുതേ 3 എണ്ണത്തെ നോക്കടാ. ഇവര് 3 പേര് മിടുമിടുക്കന്മാർ. എത്ര പേരെ അവരുടെ വ്യക്തിത്വത്തിൽ ഈ ഒരൊറ്റ കാരണം മൂലം അവർക്ക് പുരോഗതി പ്രാപിക്കുവാൻ കഴിയാത്ത എത്ര വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടി. അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സഹോദരനോട് പറഞ്ഞു, വീട്ടിൽ ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, നിന്റെ സഹോദരനെ നോക്കടാ, അവൻ മിടുക്കൻ. കല്യാണം കഴിച്ച് കൊച്ചുങ്ങളായിട്ട് ഇപ്പോഴും പറയും, നിന്റെ സഹോദരനെ നോക്കടാ, അവൻ മിടുക്കൻ, നീ ഒരു കഴുത. വ്യക്തിത്വത്തെ സ്വാധീനിക്കും തളർത്തിയ വാക്കുകൾ. സ്വന്തം അപ്പനും അമ്മയുമാണ് തളർത്തുന്ന വാക്കുകൾ പറയുന്നത്. തളർത്തിയ വാക്കുകൾ. നിനക്ക് 4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കർത്താവിനോട് കൃപ അപേക്ഷിക്കണം 4 പേരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ വേണ്ടി. എനിക്ക് 2 കുട്ടികളെ ഉള്ളൂ. പക്ഷെ 2 പേരും ജനിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ചിലരോട് സ്നേഹം അറിയാതെ അങ്ങ് കൂടും, ചിലരോട് സ്നേഹം കുറയും. ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങനെ വേണ്ട, 2 പേരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ വേണ്ടി കൃപ തരണമേ. ഈ കുഞ്ഞുങ്ങളുടെയും സമീപനം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളും നമ്മിൽ നിന്ന് കൂടുതൽ സ്നേഹം പറ്റിപ്പിടിക്കുക, സ്നേഹം നേടിയെടുക്കുവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് രഹസ്യമായിട്ട് പറയും, ചേച്ചി ശരിയല്ല. മൂത്താള് പറയും, ഇളയാള് ശരിയല്ല. എന്തിനാണ്? അപ്പന്റെ സ്നേഹം കൂടുതൽ അവൾക്ക് കിട്ടുവാൻ വേണ്ടിയാണ്. അവിടെ നിങ്ങൾ വിവേകത്തോടുകൂടെ പ്രതികരിക്കണം. 2 പേർക്കും ബോധ്യമാകണം. അങ്ങനെ നമ്മൾ 2 പേർക്കും കൂടുതൽ ഒരാൾക്ക് സ്നേഹം കൊടുക്കുകയില്ല, 2 പേരെയും ഒരുപോലെ സ്നേഹിക്കുമെന്ന് കുഞ്ഞുങ്ങൾക്ക് ബോധ്യമാകണം. കർത്താവിനോട് ചോദിക്കാമെങ്കിൽ ഇതെല്ലാം കിട്ടും. ആമേൻ. വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരുവാൻ വേണ്ടി അവിടെയും ഇവിടെയും ഒന്നും ഓടി നടക്കേണ്ട കാര്യമില്ല. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് നീ ചോദിക്കുകയാണെങ്കിൽ സമൃദ്ധിയായിട്ട് ഈ നന്മകളെല്ലാം ദൈവം നൽകി തരുവാൻ വിശ്വസ്തനാകുന്നു. ആമേൻ. ലഭിക്കാതെ പോയ സ്നേഹം എവിടെയൊക്കെ ലഭിക്കാതെ പോയോ, ആരുടെയൊക്കെ സ്നേഹം ലഭിക്കാതെ പോയോ, ഒറ്റ കാര്യം, ശമൂവേലിനെ നോക്കിയാൽ മതി. എത്ര സ്നേഹം ലഭിച്ചില്ലെങ്കിലും ഒറ്റ വ്യക്തിയുടെ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ അശൂന്യത മുഴുവൻ നിറയും. ആ വ്യക്തിയുടെ പേരെന്താണെന്നറിയാമോ? യേശു. ആ പേരൊന്ന് ഉറക്കെ പറയാമോ? 1000 പ്രാവശ്യം ഒരു ദിവസം പറയണം. ഒന്നുകൂടെ പറഞ്ഞ് ഉറക്കെ പറയുക, യേശു അവിടുന്ന് ഇവിടെ ഉണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു അക്ഷരമാണ്. നോ, ഈ വചനമാണ് യേശു എന്ന് പറയുന്നത്. ശമൂവേലിന്റെ മുറിയിൽ ആരാണ് കടന്നു വന്നത്? ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാത്രിയിലും വരുവാൻ ആരാണ് കടന്നു വന്നത്? വചനം കടന്നു വന്നു. തിയോഫനി, പഴയ നിയമത്തിൽ യേശുവിന്റെ പ്രത്യക്ഷത. യേശു കടന്നു വന്നു. അവനുമായിട്ട് ഒരുമിച്ച്
യേശുവോട് ശമൂവേലിന്റെ അടുക്ക വന്നിട്ട് ഗിരിപ്രഭാഷണമല്ല നടത്തുന്നത്. മോനെ, ക്രൈസ്റ്റ് ലൈക്ക്നെസ്, ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം ഒന്നുമല്ല. ശമൂവേൽ, 5 വയസ്സുള്ള ശമൂവേൽ, അടിച്ചാച്ചാട്ടം, സാറ്റ്, ഇതൊക്കെയാണ്. വിശ്വസിച്ചു കഴിഞ്ഞാൽ യേശു 5 വയസ്സിൽ നിനക്ക് ലഭിക്കാതെ പോയ സ്നേഹം 5 വയസ്സിന്റെ ക്വാളിറ്റിയിൽ നൽകി തരുവാൻ വിശ്വസ്തനാണ്. 5 വയസ്സിൽ ഗിരിപ്രഭാഷണമൊന്നുമല്ല. 5 വയസ്സിൽ സാറ്റ് കളിക്കുക, തോളയിലെടുക്കുക, ഉരുള ഉരുട്ടി കഥ പറഞ്ഞു കൊടുക്കുക, അത് നൽകി തരുവാൻ യേശു വിശ്വസ്തനാണ്. ആ യേശുവിനെയാണ് ആ യേശുവിന്റെ സന്നിധിയിലേക്കാണ് നാം വന്നിരിക്കുന്നത്. സ്നേഹത്തെ കാണണമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ക്രൂശിലോട്ട് നോക്കിയാൽ മതി. മുൾക്കിരീടം ധരിച്ച് 3 ആണികളിൽ ആ ക്രൂശാണ് സ്നേഹമെന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒഴുകുന്ന സ്നേഹം എത്ര വലിയ ശൂന്യതയാണെങ്കിലും, പിശാച് തലമുറകളായി സൃഷ്ടിച്ച ഏറ്റവും വലിയ ശൂന്യതയാണെങ്കിലും, ആ ശൂന്യതകളെ നിറയ്ക്കുവാൻ മതിയായ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, യേശുവിന്റെ സ്നേഹം മതി എനിക്ക്. ഇന്ന് നാം പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക്, സമാപന വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ഇനി 3 കാരണങ്ങൾ കൂടിയുണ്ട്. ആ 3 കാരണങ്ങൾ സാധാരണ 2 സെഷൻ കൊണ്ടാണ് പൂർത്തീകരിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ 3 കാരണങ്ങളും വേഗത്തിൽ നാം തീർത്തതിന് ശേഷം നമുക്ക് വിടുതലിലേക്ക് പ്രവേശിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് സമയം കണ്ടെത്തുവാൻ പോകുന്നത്. 3 പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നാം പ്രവേശിക്കുവാൻ പോവുകയാണ്. എന്നാൽ അതിനു മുന്നമേ നമുക്ക് നമ്മെ തന്നെ ഒന്ന് തയ്യാറെടുക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് ചില നിമിഷങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി. അടുത്ത ശുശ്രൂഷകളിൽ കർത്താവിന്റെ ആത്മാവ് ശക്തിയോടുകൂടെ നിങ്ങളോട് ഇടപെടേണ്ടതിന് എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കുക. Soul, my Savior God, to thee, how great thou art, how great thou art. Then sings my soul, my Savior God, to thee, how great thou art, how great thou art. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ മാനിഫെസ്റ്റ് പ്രസൻസ് ഞങ്ങൾ അനുഭവിക്കുവാനും ആ മാനിഫെസ്റ്റ് പ്രസൻസിലൂടെ ഞങ്ങളുടെ ശരീരങ്ങളും മനസ്സും ആത്മാവും ഒരുപോലെ വിടുവിക്കപ്പെടുവാനും ഇടവരണമേ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ഞങ്ങൾ ബന്ധിക്കുന്നു യേശുവിൻ നാമത്തിൽ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളുടെ നേതൃത്വം ഏറ്റെടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. രണ്ടാമത്തെ കാരണം, ആന്തരിക മുറിവുകൾ നമ്മിൽ ഉണ്ടാകുന്നതിന്റെ രണ്ടാമത്തെ കാരണം അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ. സദൃശവാക്യം 19-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ. നമുക്ക് എല്ലാവർക്കും അനേകം ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കുവാൻ കഴിയാതെ വരുന്നതിനാൽ അത് നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ഹൃദയത്തിൽ മുറിവ് സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല ഒരു അനുഗ്രഹമാണ്. ഇച്ഛാശക്തി, ആഗ്രഹം, ചിലതൊക്കെ ഡിസയർ ചെയ്യുക. കൃപാവരങ്ങളെ കുറിച്ച് തന്നെ പറയുന്നത് കൃപാവരങ്ങൾ നമ്മൾ വാഞ്ചിക്കണമെന്നാണ്. അഭിഷക്തന്മാര് നിരന്തരം ഓർത്തിരിക്കേണ്ടത്, ദിനംതോറും നിങ്ങൾ കൃപാവരങ്ങളെ വാഞ്ചിക്കണം. ആഗ്രഹിക്കുന്നത് നല്ലതാണ്, ആഗ്രഹം നല്ലതാണ്. പക്ഷേ ആ ദൈവം എന്താണ് നമ്മിലൂടെ ആഗ്രഹിക്കുവാൻ, ദൈവഹിതം തിരിച്ചറിഞ്ഞാണ് നാം ആഗ്രഹിക്കേണ്ടത്. പല സന്ദർഭങ്ങളിലും ഈ ആഗ്രഹങ്ങൾ തിന്മകളിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഈവൻ പാപം പോലും ആരംഭിക്കുന്നത് മോഹം ഗർഭം ധരിച്ചാണ്. മോഹം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് യാക്കോബിന്റെ ലേഖനം 1:15 കാണുവാൻ കഴിയുന്നു. മോഹം ഗർഭം ധരിച്ചാണ് പാപമുണ്ടാകുന്നത്. ഈ മോഹം എന്താണ്? ആഗ്രഹത്തിന്റെ ആർത്തിയാണ്. ദൈവഹിതത്തിന് പുറത്തുള്ള ആഗ്രഹത്തിന്റെ ആർത്തിയാണ് മോഹം എന്ന് പറയുന്നത്. നോക്കുക, ദൈവം ഈ പ്രപഞ്ചത്തിൽ നൽകിയിരിക്കുന്ന നല്ലതിനെ എല്ലാം വേണമെങ്കിൽ നമുക്ക് തിന്മയാക്കി മാറ്റുവാൻ കഴിയും. ആഗ്രഹം തന്നെ, ഇച്ഛാശക്തി തന്നെ എത്ര നല്ല ഒരു അനുഗ്രഹമാണ്. ശുശ്രൂഷയിൽ, ആത്മീക ജീവിതത്തിലൊക്കെ മുന്നേറുവാൻ വേണ്ടിയുള്ള നല്ലൊരു പ്രേരക ശക്തിയാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അതേ ആഗ്രഹം തന്നെ തിന്മയായി തീരുവാൻ സാധ്യതയുണ്ട്. അത് പൂർത്തീകരിക്കാത്ത ആഗ്രഹം.
ആഗ്രഹങ്ങൾ. എന്തോ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ചിലതൊക്കെ നേടുവാനുണ്ടായിരുന്നു, എനിക്കത് നേടുവാൻ കഴിഞ്ഞില്ല. ആ നഷ്ടബോധത്തിൽ നിന്ന് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനിട വരും. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ. ഞാൻ ചില നാളുകൾക്ക് മുന്നിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രശ്നം പറയുകയുണ്ടായി. ആ പ്രശ്നം, താൻ വളരെ വർഷങ്ങൾക്ക് മുന്നമേ ഗൾഫിൽ പോയ ഒരു വ്യക്തിയാണ്. യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സുകാരനുണ്ട്. മൾട്ടി മില്യണറാണ്, മേ ബി ബില്യണർ ആയിരിക്കും. ആ മനുഷ്യൻ ഗൾഫിൽ ജോലിക്ക് പോയ അതേ കാലയളവിൽ തന്നെയാണ് ഇദ്ദേഹവും ജോലിക്ക് പോയത്. ഇദ്ദേഹത്തിന് നല്ലൊരു ജോലി കിട്ടി. പക്ഷേ യൂസഫ് അലി ഒരു വലിയ ബിസിനസ്സുകാരനായി തീർന്നു. ഇദ്ദേഹത്തിന് 1 ലക്ഷം രൂപയോളം ശമ്പളമുണ്ട്. തനിക്കിപ്പോൾ ഒരു പൂർത്തീകരിക്കാത്ത ആഗ്രഹം, അന്നങ്ങ് ബിസിനസ്സിൽ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഈ ജോലിക്ക് പോയി 1 ലക്ഷം രൂപ വെച്ചേ കിട്ടുന്നുള്ളൂ. അതിനാൽ തനിക്കൊരു ആഗ്രഹമുണ്ടായി. കേരളത്തിൽ അദ്ദേഹം ഒരു ബിസിനസ് ആരംഭിച്ചു. ആ സമയത്ത് തന്നെ ഒരു 10-30 ലക്ഷം രൂപയുടെ ഒരു വീടും പണിതു. അതോടൊന്നിച്ചൊരു ഹോളോ ബ്രിക്സിന്റെ ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചു. ലക്ഷ്യം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് യൂസഫ് അലിയെ പോലും ആയില്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സുകാരനാകുവാൻ വേണ്ടിയുള്ള ഒരു പൂർത്തീകരിക്കാത്ത ആഗ്രഹത്തിൽ നിന്ന് എന്താണ് സംഭവിച്ചത്? 35 ലക്ഷം രൂപ KFCയിൽ നിന്ന് കടമെടുത്തു. അങ്ങനെ ആ ബിസിനസ് ആരംഭിച്ചു. കോയമ്പത്തൂരിൽ നിന്ന് മെഷീൻ വന്നു. ആ മെഷീൻ ഓപ്പറേറ്റ് ആകുന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ ആ മെഷീന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ കൈ കയറി, കയ്യിലൊരു വലിയ മുറിവുണ്ടായി. അതോടൊന്നിച്ച് തന്നെ മെഷീന്റെ പ്രധാനപ്പെട്ട ഷാഫ്റ്റ് ഒടിഞ്ഞു പോവുകയുണ്ടായി. കോയമ്പത്തൂരിൽ കമ്പനിക്കാരെ സമീപിച്ചപ്പോൾ 10-25 ലക്ഷം രൂപയുള്ള മെഷീനാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, നിങ്ങൾ കൊണ്ടുപോയി നോക്കിയാണ് കൊണ്ടുപോയത്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ ആ പുതിയ ബിസിനസ്സിൽ നിന്ന് ഒരൊറ്റ കട്ട പോലും അദ്ദേഹത്തിന് പുറത്തെടുക്കുവാൻ കഴിഞ്ഞില്ല. ഒറ്റ സിമെന്റ് കട്ട പോലും, ഹോളോ ബ്രിക്സ് പോലും പുറത്തു വന്നില്ല. അത് മാത്രമല്ല, ഇദ്ദേഹം ആശുപത്രിയിലുമായി. ഇങ്ങനെ ഈ ബിസിനസ് കാര്യങ്ങളുമായിട്ട് കിടക്കുന്നതിൻ്റെ ഇടയിൽ, ആശുപത്രിയിലുമായതിൻ്റെ ഇടയിൽ തൻ്റെ വിദേശത്തുള്ള ജോലിയും നഷ്ടമായി. 1 ലക്ഷം രൂപ കിട്ടുന്ന ജോലി ചില മാസങ്ങൾ തിരിച്ചു ചെല്ലാതിരുന്നതിനാൽ ജോലിയും നഷ്ടമായി. 35 ലക്ഷം രൂപ കൊടുക്കുവാനുമില്ല. നോക്കുക, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പലിശ കൂടി. സ്വന്തം വീട് 30 ലക്ഷം രൂപയുടെ വീട് 10-25 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അത് കുറെ വിറ്റു. ഇപ്പോൾ എങ്ങും പാർക്കുവാനിടമില്ലാതെ വാടക ഭവനത്തിൽ പാർക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയുണ്ടായി. കാരണം എന്താണ്? അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ. ആ നിലയിൽ ചില തെറ്റായ തീരുമാനങ്ങൾ ദൈവമക്കളും എടുക്കുവാൻ സാധ്യതയുണ്ട്. ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാകുന്നു. അയ്യോ, എനിക്ക് അതുപോലെ ആകുവാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ആ വ്യക്തിയെ പോലെ ആകുവാൻ കഴിഞ്ഞില്ലല്ലോ. ആ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ മൂലമായി തെറ്റായ തീരുമാനങ്ങൾ അത് ജീവിതത്തെ കൂടുതൽ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമേന്മയോടെ ഞാൻ പറയാം, ആഗ്രഹിക്കുന്നതോടൊന്നിച്ച് തന്നെ ഒരുപാട് പെട്രോളിയം കമ്പനി അങ്ങനെ ഒരു ബോർഡ് കണ്ടപ്പോൾ അവൻ അവിടെയും കയറി. അവിടെ ആ പെട്രോളിയം കമ്പനിയിലെ സെക്രട്ടറി പറഞ്ഞു, ഇവിടെ വേക്കൻസി ഒന്നുമില്ല, അത് തന്നെയല്ല നിന്നെ ഇവിടെ ആവശ്യത്തിന് പെട്രോളിയം കമ്പനിയാണ്. അവൻ അവിടെ കൊടുത്തിട്ട് അവൻ ഇറങ്ങിപ്പോകുന്നു, ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഒരു അത്ഭുതം സംഭവിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവനൊരു ഇന്റർവ്യൂ കാർഡ് ആ പെട്രോളിയം കമ്പനിയിൽ നിന്ന് വരികയുണ്ടായി. ഇന്റർവ്യൂ കാർഡ് അവർക്കൊരു ടെക്നിക്കൽ അസിസ്റ്റന്റിനെയാണ് വേണ്ടത്. കമ്പ്യൂട്ടറിൽ പടമൊക്കെ വരയ്ക്കാൻ കഴിയുന്ന ഒരു ആളിനെയാണ് വേണ്ടത്. ഇവൻ അവിടെ ചെന്നു. ഇവന് വലിയ പിടുത്തമൊന്നുമില്ല. ഇവൻ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്നത് കുമ്പനാടുകാരനൊരു മലയാളിയാണ് ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്നത്. അയാൾ നോക്കിയപ്പോൾ ഇവൻ തിരുവല്ലാക്കാരൻ. അയാൾക്കൊരു ഫേവർ തോന്നി. അയാൾ ചോദിച്ചു, നിനക്ക് എന്തോ അറിയാം? ഞാൻ ഇന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ എനിക്ക് നല്ലതുപോലെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. നിനക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വലിയ പിടുത്തമില്ല. ഓക്കെ, നീ ഒരു കിണറിന്റെ പടം വരച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കിണറിന്റെ പടം വരയ്ക്കാൻ വേണ്ടി ഇവൻ പോയി പേനയൊക്കെ എടുത്ത് സ്കെയിലൊക്കെ എടുത്ത് കിണറിന്റെ പടം വരയ്ക്കുകയാണ്. മാത്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഫിസിക്സോ മാത്സോ പഠിക്കുന്നവർക്ക് ഒരു പടം വരച്ചു കഴിഞ്ഞാൽ മെഷർമെന്റ് എഴുതണം, താഴെ സ്കെയിൽ എഴുതണം. 50 മീറ്റർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ, അങ്ങനെ സ്കെയിൽ എഴുതേണ്ടത് ആവശ്യമാണ്. ഇവനതൊന്നും അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഓർത്തും കാണത്തില്ല. ഇവനത് പടം വരച്ചുകൊണ്ട് തിരിച്ചു ചെന്നപ്പോൾ ആ കുമ്പനാടുകാരൻ അദ്ദേഹം നോക്കി പടം വരച്ചു. സ്കെയിലൊന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, നീ സ്കെയിലൊന്നും എഴുതിയിട്ടില്ല, ഏത് സ്കെയിൽ കൊണ്ടാണ് നീ വരച്ചത്? അവൻ പെട്ടെന്ന് ചിന്തിച്ചു. അവൻ്റെ കയ്യിൽ ആ വരച്ച സ്കെയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഈ സ്കെയിൽ കൊണ്ടാണ് വരച്ചത്. അയാൾ പറഞ്ഞു, എടാ മോനെ, ഇതുപോലുള്ള അബദ്ധമൊന്നും നീ ആരോടും പറയരുത്. അയാൾക്കൊരു ഫേവർ തോന്നി. അയാൾ പറഞ്ഞു, ഞാനൊരു ഫൈനൽ ഇന്റർവ്യൂവിന് ഒരു ജാപ്പനീസ് ഓഫീസറുടെ അരികിൽ ചെല്ലാം, ഇതുപോലെ അബദ്ധമൊന്നും പറഞ്ഞു കളയരുത്, നല്ല മിടുക്കനായിട്ടിരുന്നോണോ എന്ന് പറഞ്ഞു. ഇവൻ സെക്കൻഡ് ഇന്റർവ്യൂവിന് ജാപ്പനീസ് ഓഫീസറുടെ അരികിൽ ചെന്നു. ഈ ജപ്പാൻകാരൻ വിചാരിച്ചത് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഇവൻ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അയാൾ വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചു. അയാൾ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നീ ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവൻ പറഞ്ഞ മറുപടി, ഞാൻ ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ ഗ്രൂപ്പ് എന്നുള്ള വാക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ സീനിയർ ഓഫീസറിനെതിരെ അകത്ത് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് എതിർക്കുന്ന ഒരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ പറഞ്ഞൊരു ഗ്രൂപ്പിനോട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുമെന്ന്. പെട്ടെന്ന് അയാൾ ചോദിച്ചു, നീ ഞാൻ പറയുന്ന എല്ലാം അനുസരിച്ച് എന്നോട് ചേർന്ന് വർക്ക് ചെയ്യുമോ? നിശ്ചയമായിട്ട്. ഇവന് ജോലിയല്ലേ പ്രധാനപ്പെട്ട കാര്യം. അവൻ അപ്പോയിന്റഡ് ആയി. എന്നോട് ബോധൻ പറഞ്ഞു, ഞാൻ ജോലി കയറിയിട്ടാണ് ജോലി പഠിച്ചത്, ശരിയായിട്ട് പഠിച്ചത്. വിശ്വസിക്കുക, യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും തുറക്കപ്പെടാത്ത വാതിലുകൾ
നിനക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ ഇടവരും. ആ ഫേവർ നിന്റെ മേൽ വെളിപ്പെടുകയാണെങ്കിൽ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. സ്വോത്രം പറഞ്ഞ് നിലവിലുള്ള നന്മയിൽ സന്തോഷിച്ച് യേശുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ലോകത്തിൽ നിന്റെ മറ്റു പലർക്കും എത്തിച്ചേരുവാൻ കഴിയാത്ത പലയിടങ്ങളിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ വിശ്വസ്തനാകുന്നു. ആമേൻ. ഇവിടെ ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, ദൈവദാസന്മാർ ഒരിക്കലും ചിന്തിക്കരുത് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യയിൽ നാം പ്രവർത്തിക്കുന്നുണ്ടേ ചിന്തിക്കരുത്, അയ്യോ വടക്കേ ഇന്ത്യയിൽ പോകാൻ ഒത്തില്ലല്ലോ, ജീവിതം നഷ്ടമായല്ലോ. വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന പാസ്റ്റർമാരും പറയും, ഇവിടെ മുക്കിന് പാസ്റ്റർമാരുടെ തെള്ള, എന്താ നിങ്ങൾ വടക്കേ ഇന്ത്യയിലേക്ക് വരാത്തത്? ഞാൻ നിങ്ങളോടൊരു പ്രത്യേകമാകുന്ന നിയമം ദൈവവചനത്തിൽ നിന്ന് പറയാം. ആവശ്യം കണ്ട് ദൈവത്തിന് വേണ്ടി ആരെങ്കിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവനെ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. അയ്യോ 10,000 ചത്തിടങ്ങുന്നു, ദൈവം എന്തോ വെറുതെ ഇരിക്കുകയാണല്ലോ, ഞാനങ്ങ് പോയേക്കാം അവരെ രക്ഷിക്കുവാൻ വേണ്ടി. ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തില്ല. ദൈവം അയച്ചെങ്കിൽ മാത്രമേ അയക്കപ്പെട്ടവനെ ആ ദൈവം പ്രയോജനപ്പെടുത്തൂ. വടക്കേ ഇന്ത്യയിൽ 100 കണക്കിന് ആവശ്യമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിനക്ക് ഇറങ്ങി പുറപ്പെടുവാൻ കഴിയുകയില്ല. ദൈവം നിന്നെ അയക്കുകയാണെങ്കിൽ പിന്നെ ഒരു നിമിഷം ഇവിടെ ഇരിക്കരുത്. അയക്കപ്പെടുന്നവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അനേകർക്ക് എന്തുകൊണ്ട് ഫ്രൂട്ട്ഫുൾ ആകാൻ കഴിയാത്തത്? റോങ് ഓഫീസിൽ കിടക്കുകയാ, റോങ് പ്ലേസിൽ കിടക്കുകയാ, റോങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിടക്കുകയാ. കേരളത്തിൽ വിളിയുള്ളവൻ വടക്കേ ഇന്ത്യയുടെ ഭാരവും ചുമന്നുകൊണ്ട് പോയി, അവൻ ഇപ്പോഴും ഭാരം ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ എവിടെയാക്കുന്നു? നിന്റെ പ്ലേസ് ഓഫ് മിനിസ്ട്രി എന്താണ്? 10 പേരുടെ നടുവിൽ നിൽക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ കണ്ടിരിക്കുന്നതെങ്കിൽ നിന്റെ കൂട്ടുകാരൻ 10,000 പേരുടെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ അവനെ പോലെ ആകാൻ ഒത്തില്ലല്ലോ എന്ന് നീ വിചാരിക്കരുത്. മറിച്ച് 10 പേരുടെ നടുവിൽ നിന്ന് എനിക്ക് യേശുവിനെ പോലെ ആകണം. അത് സ്വർഗമാക്കുവാൻ യേശു വിശ്വസ്തനാണ്. 15,000 പേരുടെ പാസ്റ്ററെ പോലല്ല നീ ആകേണ്ടത്, ആ പ്രവാചകനെ പോലല്ല നീ ആകേണ്ടത്, ബെന്നിഹിനെ പോലല്ല നീ ആകേണ്ടത്. നീ യേശുവിനെ പോലെ ആകണം. നീ യേശുവിനെ പോലെ ആകുകയാണെങ്കിൽ നീ ആയിരിക്കുന്ന ഇടത്ത് തന്നെ നന്മ വെളിപ്പെടാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന 10 പേരുടെ ഇടയിൽ തന്നെ സംതൃപ്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ഞാൻ ഈ ആഗ്രഹവും സംതൃപ്തിയും തമ്മിൽ ബന്ധപ്പെടുത്തുകയാണ്. 10 പേരുടെ നടുവിൽ നീ സംതൃപ്തനായെങ്കിൽ മാത്രമേ 100 പേരിലേക്ക് നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. ആമേൻ. 10 രൂപയിൽ അസംതൃപ്തനാകുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ അധികം 100 രൂപ കൊടുക്കുന്നത്? നീ 10 രൂപ കിട്ടിയപ്പോൾ ഈ 10 തന്നത്, ഒരു 100 തരായിരുന്നല്ലോ, അങ്ങനെ ചോദിക്കാതെ 10 തന്നല്ലോ കർത്താവേ, നിനക്ക് 100 കിട്ടും. നിനക്ക് 100 കിട്ടും. കാരണം നിന്റെ മനോഭാവം ശരിയാണ്. 10 കിട്ടിയപ്പോൾ നന്ദി പറഞ്ഞവന് 100 കൊടുക്കുവാൻ ദൈവം വിശ്വസ്തനാ. 10 കിട്ടിയത് വിശ്വസ്തയോട് വ്യാപാരം ചെയ്തവന് 100 കൊടുക്കുവാൻ ദൈവം വിശ്വസ്തനാ. ആ പൂർത്തീകരിക്കാത്ത ആഗ്രഹം നിന്നെ വിട്ടുപോകട്ടെ. ഓരോരുത്തർക്കും ദൈവം ജനിക്കുന്നതിന് മുന്നമേ തന്നെ അവരുടെ ജീവിക്കേണ്ട സ്ഥലം തന്നെ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 17-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം നിങ്ങൾ ഇംഗ്ലീഷിലൂടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ വ്യക്തമായി മനസ്സിലാകും. കോഴഞ്ചേരിയിൽ ഇരുന്നു കൊണ്ട് അയ്യോ എനിക്ക് അരുണാചൽ പ്രദേശിൽ സ്ഥിരതാമസത്തിന് പോകാൻ കഴിഞ്ഞില്ലല്ലോ. നോ, ദൈവം നിന്നെ അയക്കാതെ നിനക്ക് പോകാൻ കഴിയത്തില്ല. നിന്നെ ആക്കിയിരിക്കുന്നിടത്ത് നീ വിശ്വസ്തയോടുകൂടെ ആയിരിക്കുമ്പോഴാണ് ദൈവം നിന്നെ ഉയർത്തുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അവിടെ നീ വിശ്വസ്തയോടുകൂടെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നീ അരുണാചൽ പ്രദേശിൽ എത്തിയെന്ന് വരും, മറ്റൊരിടത്ത് എത്തിയെന്ന് വരും. ദൈവത്തിന്റെ പൂർണ്ണഹിത പ്രകാരം. അപ്പോസ്തലപ്രവൃത്തി 17-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഓരോരുത്തിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ആൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദെയർ ഡ്വെല്ലിങ്സ്, അവർ എവിടെ താമസിക്കണമെന്ന് ജനിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവം തന്നെ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചിരിക്കുകയാണ്. അബദ്ധവശാലല്ല നീ പന്തളത്തായിരിക്കുന്നത്, ദൈവം നിശ്ചയിച്ചതാ. നീ കോട്ടയത്തായിരിക്കുന്നത് അബദ്ധവശാലല്ല, ദൈവം നിശ്ചയിച്ചിരിക്കുക. ഇംഗ്ലീഷുകാരൻ ഇംഗ്ലണ്ടിലായിരിക്കുന്നത് അബദ്ധവശാലല്ല, അവൻ ജനിക്കുന്നതിന് മുന്നമേ തന്നെ അവന് ബൗണ്ടറി ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ആമേൻ. അമേരിക്കക്കാരൻ അമേരിക്കയിലായിരിക്കുന്നത് അബദ്ധവശാലല്ല, ബൗണ്ടറി ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. നിന്നെ എവിടെയാ ദൈവം വിളിച്ചിരിക്കുന്നത്? അവിടുന്ന് ഉറച്ചൊന്ന് നിന്നിട്ട് ഇവിടെയാണ് ദൈവം എന്നെ ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞേ. അയ്യോ അവിടെ പോകാനൊത്തില്ലല്ലോ, അതാകാനൊത്തില്ലല്ലോ. എത്ര വർഷമാണ് നീ നഷ്ടപ്പെടുത്തുന്നത്? 10 വർഷം പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ പോകാനൊത്തില്ലല്ലോ. ഇവൻ അവിടെയും പോകുകയില്ല, ഇവിടെ അവൻ ഫ്രൂട്ട്ഫുള്ളുമാകുകയില്ല. എന്നാൽ ദൈവം നിർത്തിയിടത്ത് നീ ഒന്ന് നിന്നിട്ട് എന്നെ ദൈവം ഇവിടെ ആക്കിയിരിക്കുക എന്ന് നീ പറയുന്ന നിമിഷം 100 മേനി വിളവ് നിന്നിൽ നിന്ന് പുറപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ.
സുവിശേഷ വേലയ്ക്ക് നീ ഇറങ്ങിത്തിരിച്ചു. ദൈവം വിളിച്ചിട്ടാണ് നീ ഇറങ്ങിത്തിരിച്ചത്. ഇനി തിരിഞ്ഞു നോക്കരുത്. ജോലിയിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ, ഇപ്പോൾ പട്ടിണിയാണല്ലോ, കടമാണല്ലോ. നോ, നിന്റെ പട്ടിണി മാറി സമർത്ഥി വെളിപ്പെടാൻ പോകുക. അനുഗ്രഹിച്ച് 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 അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ഇനി ജോലിയെ കുറിച്ച് ചിന്തിക്കണ്ട, ഇനി കുവൈറ്റിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഇനി MBBS കുറിച്ച് ചിന്തിക്കണ്ട, ഇനി എഞ്ചിനീയറിംഗിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. എന്നെ ദൈവം ഇതിനു വേണ്ടിയാണ് കണ്ടിരിക്കുന്നത്. ആ മനോഭാവം ശരിയാകുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. ഈ അനുഗ്രഹത്തിന്റെ ഒരു സിമ്പിൾ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് പൂർത്തീകരിക്കുവാൻ കഴിയത്തുള്ളൂ. ഒരു സിമ്പിൾ പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈക്കിൾ ലഭിച്ചു കഴിഞ്ഞാൽ 2 മനോഭാവങ്ങളുണ്ട്. ഈ സൈക്കിൾ ചവിട്ടുക, സൈക്കിൾ ചവിട്ടുന്നുണ്ടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, സൈക്കിളാണോ? ഞാൻ BA വരെ പഠിച്ചതാ, LLB കഴിഞ്ഞ അഡ്വക്കേറ്റ് ആയിട്ടിരിക്കേണ്ട ആളല്ലേ, സൈക്കിളേ ഉള്ളോ? ഇത് സ്കൂട്ടർ എന്നാ? അയ്യോ, കട്ടി ഭയങ്കര ചവിട്ടുകട്ടി ഇവന്റെ സൈക്കിൾ നീങ്ങത്തില്ല. ഇവന്റെ മനോഭാവം ശരിയല്ലാത്തതിനാൽ ഇത് കൂടെ പഞ്ചറാകും, ചെയിൻ തെറ്റും. ഇവൻ എപ്പോഴും ഈ സൈക്കിളിനെ ശപിച്ചുകൊണ്ടിരിക്കും. അവന് ദൈവം സ്കൂട്ടർ കൊടുക്കാൻ എങ്ങനെ സ്കൂട്ടർ കിട്ടും? ഇവൻ സ്കൂട്ടർ കിട്ടിക്കഴിഞ്ഞാൽ സ്കൂട്ടറിനെ നോക്കി പറയും, സ്കൂട്ടറേ ഉള്ളോ? എല്ലാവരും കാറേലായി, എന്നാ ഒരു സ്കൂട്ടർ. നിനക്ക് സൈക്കിളിൽ തന്നെ നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സംതൃപ്തിയുണ്ട്. നിനക്ക് ആ സംതൃപ്തി അനുഭവിക്കാനും കഴിയത്തില്ല, സ്കൂട്ടർ കിട്ടത്തുമില്ല. മറ്റൊരാൾക്ക് വേറൊരു നിലയിൽ പ്രതികരിക്കാം. കർത്താവേ, 10,000 നടന്നു പോകുമ്പോൾ ഈ സൈക്കിൾ തന്നതിനായി സ്തോത്രം. അവൻ ചവിട്ടിയാൽ സൂപ്പർ ഫാസ്റ്റ് പോലെ ഈ സൈക്കിൾ പോകും. ചവിട്ട് കട്ടിയില്ല, മനോഭാവം ശരിയാ, അവന്റെ ചെയിൻ തെറ്റത്തില്ല, അവന്റെ ടയർ പഞ്ചറാകത്തില്ല. അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം തുടച്ച് ഇംബാല കാർ തുടയ്ക്കുന്ന പോലെ, ഫോർഡ് കാർ തുടയ്ക്കുന്നത് പൊന്നുപോലെ ഇവൻ സൂക്ഷിക്കുന്നു. നിനക്കധികം വൈകാതെ സ്കൂട്ടർ കിട്ടാൻ പോകുകയാ. നീ സൈക്കിളിൽ അധികം തുടരുകയില്ല, സ്കൂട്ടർ കിട്ടാൻ പോകുക. കാരണം നിന്റെ മനോഭാവം ശരിയാ. ഇതാണ് അനുഗ്രഹത്തിന്റെ ആ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. നിലവിലുള്ളതിൽ സംതൃപ്തി വെളിപ്പെടുകയാണെങ്കിൽ അടുത്ത അനുഗ്രഹം വെളിപ്പെടുവാൻ പോകുകയാണ്. ഈ വാക്യം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ മറന്നു പോകരുത്. 2 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം എല്ലാവരും ഓർക്കണം. ഫിലിപ്പിയ ലേഖനത്തില് പൗലോസിന്റെ സമീപനവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസിന്റെ സമീപനം പറയുന്നത് തന്നെ, ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സൈക്കിളെങ്കിൽ സൈക്കിൾ, അതിൽ ഞാൻ മതിയാകുന്നു. കണ്ടന്റ് എന്നാണ്, സംതൃപ്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലെല്ലാം സംതൃപ്തനാണ്. സൈക്കിളെങ്കിൽ സൈക്കിൾ, സംതൃപ്തൻ. കാറെങ്കിൽ കാർ, സംതൃപ്തൻ. നാളെ കൊട്ടാരത്തിലാണെങ്കിൽ കൊട്ടാരത്തിൽ സംതൃപ്തൻ. നാളെ കാളെ കെട്ടുന്ന തൊഴുത്തിലാണെങ്കിൽ അവിടെ സംതൃപ്തൻ. ആമീൻ. ഇതെല്ലാം ഒരു സന്തോഷമല്ലേ? കാളെ കെട്ടുന്ന തൊഴുത്തിൽ അതിൻ്റെ ഇടക്കുന്ന ഒരു സന്തോഷമല്ലേ? നാളെ നിനക്ക് സാക്ഷ്യം പറയാം, കാളക്കൂട്ടിൽ ഞാൻ കിടന്നു എന്ന്. അടുത്ത ദിവസം നീ കൊട്ടാരത്തിലുമായിരിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും ഞാൻ മതിയാകുന്നു. ഈ കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം കൂടെ ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഈ മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നു, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. എല്ലാവരും പറഞ്ഞേ, സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. ജനശുശ്രൂഷയിൽ തൃപ്തിയോടുകൂടെ ആയിരിക്കെ, ആ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ തൃപ്തിയോടുകൂടെ ആയിരിക്കെ, തൃപ്തിയോടുകൂടെ ഇരുന്നു കൊണ്ട് ആ സ്വർഗീയ പ്രിൻസിപ്പിൾ ആഗ്രഹിക്ക്. ദൈവം പകർച്ചകളെ അയക്കുവാൻ വിശ്വസ്തനാകുന്നു. ആമേൻ. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. 3-ാമത്തെ കാരണം റിജക്ഷൻ, നിരാകരണം, പരിത്യജിക്കൽ, തിരസ്കരണം. അനേകർ തിരസ്കരിക്കപ്പെട്ടവരാണ്. അമ്മയുടെ ഉദരം മുതൽ തന്നെ അനേകർ തിരസ്കരിക്കപ്പെട്ടവരാണ്. ആ തിരസ്കരണം അവരിൽ സംഭവിക്കുന്നതിനാൽ, ഈ തിരസ്കരണം മൂലം, റിജക്ഷൻ മൂലം ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാകുന്നു. അമ്മയുടെ ഉദരം മുതൽ തന്നെ സംഭവിക്കുന്നത്, ചിലർ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്ന സന്ദർഭത്തിൽ, ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ കുഞ്ഞുണ്ടായി 1 വർഷത്തിനുള്ളിൽ തന്നെ രണ്ടാമത് വീണ്ടും കൺസീവ്ഡ് ആകുന്നുണ്ടെങ്കിൽ അമ്മയും അപ്പനും കൂടി ഇരുന്ന് ചിന്തിക്കുകയാണ്, അയ്യോ ഒരു ഗ്യാപ്പില്ലല്ലോ, 1 വർഷത്തെ ഗ്യാപ്പ് പോലും ഇല്ലല്ലോ, രണ്ടാമത്തെ കുഞ്ഞ്, ഇതിനെ അബോർട്ട് ചെയ്തേക്കാം, കൊന്നേക്കാമെന്ന് പറയുമ്പോൾ കുഞ്ഞിന് മെസ്സേജ് കിട്ടുകയാണ്, നീ ഒരു അൺവാണ്ടഡ് ചൈൽഡ് ആകുന്നു, നീ ഒരു വേണ്ടാത്ത കുഞ്ഞാകുന്നു. ഈ സമൂഹത്തിൽ അതല്ലേ സംഭവിക്കുന്നത്? അബോർഷൻ ഒരു കൊലപാതകമാകുന്നു എന്നറിയുക. 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി തന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ എന്തായാലും വന്നുപോയി, ഇനിയിപ്പോൾ നമ്മൾ വിശ്വാസികളല്ലേ, എങ്ങനെയാ കൊല്ലുന്നത്?
എന്നാൽ ആയിക്കോട്ടെ. അങ്ങനെയാണ് പല കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. അപ്പനും അമ്മയുടെയും മനോഭാവം ഇതാണെങ്കിൽ ഇവൻ ജനിച്ചു വീണാൽ ഇവന്റെ ഉള്ളിൽ അവൻ അറിയാതെ തന്നെ ഒരു അൺവാണ്ടഡ് ഫീലിംഗ്, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും വേണ്ട. ഞാൻ എന്തെങ്കിലും ചിന്തിച്ച് ചെയ്താൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും, എന്തു ചിന്തിക്കും? റിജക്റ്റഡ്, തിരസ്കരിക്കപ്പെട്ടവർ. ആ തിരസ്കരണമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഞാൻ ഇൻഫീരിയോറിറ്റി ഉള്ളവനായിരുന്നു. ഡിപ്രഷൻ എൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടായിരുന്നു. അറ്റൻഷൻ കിട്ടുവാൻ വേണ്ടി, ആക്സെപ്റ്റൻസ് കിട്ടുവാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചവനാണ്. റിജക്റ്റഡ് ആയിരുന്നു അമ്മയുടെ ഉദരം മുതൽ തന്നെ. എൻ്റെ അമ്മയുടെ 38ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 3 കുട്ടികളായതിനു ശേഷം 9 വർഷം കഴിഞ്ഞ്, 3ാമത്തെ പെൺകുട്ടി 9 വർഷം കഴിഞ്ഞ് ഇനി കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് 38ാമത്തെ വയസ്സിൽ അമ്മ ഉദരത്തിൽ വഹിക്കുമ്പോൾ 38ാമത്തെ വയസ്സിൽ നാട്ടുകാരെല്ലാം പലതും അവര് പറയുന്നു, ഇപ്പോൾ ഈ പ്രായത്തിലും ഗർഭിണിയായോ? അങ്ങനെ ഉദരത്തിൽ ഉളവായി തിരസ്കരിക്കപ്പെട്ടു പോയി. വേണോ, കൊല്ലണോ, ജീവിക്കണോ? എങ്കിലും നമ്മൾ വിശ്വാസികളല്ലേ? വേണ്ട. റിജക്റ്റഡ്, അകത്തുനിന്ന് തന്നെ അൺവാണ്ടഡ് ഫീലിംഗ്, റിജക്റ്റഡ്. കൃപയാൽ അകത്തു വെച്ച് കൊല്ലപ്പെടാതെ പുറത്തു വന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ നടുവിൽ ദൈവവചനവുമായി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും വല്ല ഗുണമുണ്ടായത് എന്നെ കൊണ്ടാ. മൂത്താളങ്ങ് അമേരിക്കയിൽ പോയി സ്ഥിരതാമസമായി, 2ാമത്തെ ആൾ അബുദാബിയിൽ പോയി, ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ, അവളങ്ങ് സ്വിറ്റ്സർലൻഡിൽ സ്ഥിരതാമസമായി. ഇപ്പൊ ഈ പ്രായമായ കാലത്ത് കൂടെ താമസിക്കാൻ ഈ റിജക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. നീ കരുതും ഇത് അൺവാണ്ടഡ് ആണെന്ന്, പക്ഷെ അത് വാണ്ടഡ് ആണ് കേട്ടോ. ആവശ്യമുള്ളതിനെയാ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ആമേൻ, ആമേൻ. മറന്നു പോകരുത്. ആ നിലയിൽ റിജക്ഷൻ അനുഭവിക്കുന്ന അനേകരുണ്ട്. ഉപവാസത്തിലായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഉപവസിക്കുവാൻ തുടങ്ങി, ആരാധിക്കുവാൻ തുടങ്ങി, അന്യഭാഷ പറയുവാൻ തുടങ്ങി. എന്നാൽ ഇൻഫീരിയോറിറ്റി മാറുന്നില്ല, ഡിപ്രഷൻ മാറുന്നില്ല, കടുത്ത ഡിപ്രഷനാണ്, മാറുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് കർത്താവ് എന്നെ ഇത് വെളിപ്പെടുത്തി തന്നത്, കാണിച്ചു തന്നത്. ഇതാണ് കാരണം. അമ്മയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് കാരണം. ആ അമ്മയിൽ ഉളവായ എല്ലാ ഫീലിങ്സും, ഹ്യൂമിലിയേഷൻ, നാണം, അയ്യോ സംഭവിച്ചു പോയല്ലോ, അതെല്ലാം വഹിച്ചുകൊണ്ട് നടക്കേണ്ടതായിട്ട് വന്നു. ഹ്യൂമിലിയേഷൻ, ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ഭയം, വല്ലാത്ത നാണം, പുരുഷന്മാർക്കില്ലാത്ത നാണം, ഇതെല്ലാം വഹിച്ചുകൊണ്ട് വർഷങ്ങൾ പീഡിപ്പിക്കപ്പെടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുവാൻ ഈ നിലകളിൽ കടന്നു പോകുന്നത്, അതാണ് റോമാലേഖനം 8:28 അർത്ഥം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കർത്താവ് അതിന് ഉത്തരവാദിയൊന്നുമല്ല. യേശു ഒരു തിന്മയും ചെയ്യുന്നില്ല. യേശു അല്ല എന്നെ റിജക്ട് ചെയ്തത്. യേശു ഒരു തിന്മയും ചെയ്യുന്നില്ല. പക്ഷെ സംഭവിച്ചതിൽ എല്ലാം ഇന്ന് എനിക്ക് കാണുവാൻ കഴിയുന്നത് നന്മ. റിജക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു തരാം അനുഭവത്തിൽ നിന്ന്. ഇത് മുഴുവൻ അനുഭവമാണ്. ഇൻഫീരിയോറിറ്റി എന്താ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു തരാം. ഡിപ്രഷൻ, ഈ സമൂഹത്തിൽ ഇന്ന് ഈ തലമുറയിൽ വേണ്ട സാധനം മുഴുവൻ നല്ല 1ാം തരം സ്കൂളിലൂടെ കയറി ഇറങ്ങി പുറത്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ കടന്നു പോകുന്ന വേദന ദൈവം തന്നതല്ല. ആ പോരാട്ടവും ആ പ്രതികൂലവും ഒന്നും ദൈവത്തിൽ നിന്നല്ല. പക്ഷെ നിന്റെ മനോഭാവം ശരിയാകുകയാണെങ്കിൽ ആ പ്രതികൂലത്തെ നോക്കി നീ ചിരിക്കും. വന്നത് നന്നായി, ഒരു പുതിയ പാഠം പഠിച്ച് ഞാൻ പുറത്തു വരും, 1000ങ്ങളെ ഞാൻ വിടുവിക്കുമെടാ പിശാചേ. നീ എന്റെ മുമ്പിൽ പ്രതികൂലം കൊണ്ടുവന്നാൽ ഈ പ്രതികൂലം കഴിയുമ്പോൾ ഇതേ പ്രതികൂലത്തിൽ കിടക്കുന്ന ഒരു 10 കോടി ആളിനെ ഞാൻ വിടുവിക്കാൻ പോവുകയാണ്. ആ മനോഭാവം ഉള്ളിലോട്ട് അങ്ങ് കയറണം. ഉള്ളിലോട്ട് കയറിയാൽ ഇവൻ ഈ പ്രതികൂലം കൊണ്ടുവന്ന പരിപാടി നിർത്തും കേട്ടോ. അവന് മനസ്സിലായും ഇവന്റെ മുമ്പിൽ ഒരു പ്രതികൂലം കൊണ്ടുവന്ന നഷ്ടമാണ്, എന്റെ പോക്കറ്റിൽ നിന്ന് 10,000 പോക്കാ. നിനക്ക് ആമീൻ ഒരർത്ഥത്തിൽ വന്നതെല്ലാം നന്മയായി തീരുകയും ചെയ്തു. ഒടുവിൽ പിശാചിന് മനസ്സിലായി ഇനി ഇവന്റെ നേരെ പോയിട്ട് കാര്യമില്ല. അവൻ പോരാട്ടവും പ്രതികൂലവും ഒക്കെ മടക്കി വെച്ചിട്ട് അവൻ അവന്റെ വഴിക്ക് അടുത്ത ആളിനെ നോക്കിപ്പോകും. നീ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടാൻ പോകുകയാണ്. നീ രാജകീയ അധികാരത്തിൽ പ്രയോജനപ്പെടാൻ പോകുകയാണ്.
ജനിച്ചു വീഴുന്ന സമയം മുതൽ തന്നെ നാം ആക്സെപ്റ്റൻസ് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും അംഗീകാരം ആവശ്യമാണ്. ഉദരത്തിൽ തന്നെ അംഗീകാരം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗർഭിണിയാകുമ്പോൾ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. കുഞ്ഞിനോട് പറയണം, ഞങ്ങളൊക്കെ കാത്തിരിക്കുക കേട്ടോ, സ്നേഹമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക. അക്സെപ്റ്റൻസ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞാൽ, 2 വയസ്സുള്ള 3 വയസ്സുള്ള കുഞ്ഞ് പാൽ ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നതാണ്. മോള് പാല് കുടിച്ചു കഴിഞ്ഞാൽ, മൂത്ത മോൾ ഇന്നലെയും വന്ന് എന്നെ പാത്രം കാണിച്ചു, ഇങ്ങനെ പൊക്കി കാണിച്ചു. പാല് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും, അപ്പച്ചൻ്റെ അടുക്ക പോകും. ആദ്യം അപ്പച്ച കപ്പ് കാണിക്കുന്നതാണ്, ഗുഡ് ഗേൾ. അമ്മച്ചിയുടെ അടുക്ക പോകും, അമ്മച്ചി ഗുഡ് ഗേൾ. മമ്മിയുടെ അടുക്ക പോകും, മമ്മി ഗുഡ് ഗേൾ. എൻ്റെ അടുക്ക വരും, എന്നെ കാണിക്കും, ഗുഡ് ഗേൾ. 1 കപ്പ് പാല് കുടിച്ചാൽ 4 പേരുടെ അംഗീകാരം വേണം. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ നാം തിരസ്കരിക്കപ്പെട്ടു പോയി. പലയിടങ്ങളിലും നാം തിരസ്കരിക്കപ്പെട്ടു പോയി. അംഗീകരിക്കേണ്ട പലരും നമ്മെ തിരസ്കരിച്ചു. അവകാശപ്പെട്ട അംഗീകാരം ലഭ്യമായില്ല. ഇനി എവിടുന്ന് ഈ അംഗീകാരം ലഭിക്കും? ലഭിക്കുന്നൊരിടമുണ്ട്. അതൊരു വ്യക്തിയാ. ആ വ്യക്തിയുടെ പേര് എന്താണെന്നറിയാമോ? യേശു. യേശു. അടുത്തിരിക്കുന്ന ആളെ കരം കൊടുത്ത് പറ, യേശു നിന്നെ അംഗീകരിക്കും. ആരെല്ലാം നിന്നെ ത്യജിച്ചാലും യേശു നിന്നെ അംഗീകരിക്കും. ഞാൻ പറയട്ടെ, സെക്രട്ടറിമാർ ത്യജിച്ചാലും പാസ്റ്റർമാർ ത്യജിച്ചാലും ഇന്നത്തെ സമൂഹം ത്യജിച്ചാലും, ഞാൻ ഈ ത്യജിക്കപ്പെട്ട വ്യക്തിയാകുന്ന ഞാനിങ്ങനെ വേദപുസ്തകം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ദൈവം ഉപയോഗിച്ചത് മുഴുവൻ റിജക്റ്റഡ് ആയിട്ടുള്ളവരെയാ. ഒരുപാട് തെളിവുണ്ട്, വിശദീകരിക്കുവാൻ സമയമില്ല. ഉൽപ്പത്തി 35:17 ബെഞ്ചമിൻ റിജക്റ്റഡ് ആയിരുന്നു. ബെനോനി. റാഹേൽ പ്രസവിക്കുമ്പോൾ മരിക്കാൻ പോകുന്നുണ്ട്. അവന് ബെനോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഓഫ് സോറോ, ദുഃഖപുത്രൻ. ബെനോനി എന്ന് പേരിടുന്നു. അമ്മ ഇടുന്ന അതോറിറ്റി ഫിഗറാ. അമ്മ ഇടുന്ന പേര്, അവൻ ജീവിതകാലം മുഴുവൻ ദുഃഖപുത്രനായിട്ട് ജീവിക്കേണ്ടവനാ. പക്ഷെ യാക്കോബ്, അദ്ദേഹത്തിന്റെ വിസ്ഡം ശ്രദ്ധിക്കുക, പെട്ടെന്ന് പേര് മാറ്റി. യാക്കോബ്, റാഹേൽ മരിച്ചു, ശരി തന്നെ, ഇനി കുഞ്ഞു മുഴുവൻ ജീവിതകാലം മുഴുവൻ ദുഃഖപുത്രനായിട്ട് ജീവിക്കണോ? അതുകൊണ്ടാണ് പുടുന്നനവ് യാക്കോബ് പേര് മാറ്റി. ബെനോനി അല്ല, നീ എന്റെ ബെഞ്ചമിനാണ്. എന്താണ് ബെഞ്ചമിന്റെ അർത്ഥം എന്നറിയാമോ? സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. നീ ദുഃഖപുത്രനല്ലടാ മോനെ, നീ എന്റെ വലങ്കരത്തിന്റെ പുത്രനാ. അമ്മ അവനെ ത്യജിച്ചു, അപ്പൻ അവനെ അംഗീകരിച്ചതുകൊണ്ട് അവന്റെ ജയകരമാകുന്ന ജീവിതം ലഭ്യമായി. ആ ത്യജിക്കപ്പെട്ട ബെഞ്ചമിനെ ദൈവം ഉപയോഗിച്ചു. നിങ്ങൾ ഉൽപ്പത്തി 29:31 ലേയെ കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബ് 2 പേരെ കല്യാണം കഴിച്ചു. കൂടുതൽ ഇഷ്ടം റാഹേലിനെ ആയിരുന്നു. റാഹേലിന്റെ കണ്ണ് ശോഭയുള്ളതായിരുന്നു. ലേയ്ക്ക് സൗന്ദര്യം കുറവായിരുന്നു. അതുകൊണ്ട് ലേ യാക്കോബ് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ യാക്കോബിന് സ്നേഹം കിട്ടുമോ? യാക്കോബ് ലേയെ സ്നേഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാൽ, യഹോവയുടെ കണ്ണിൽ ലേയ അനിഷ്ട എന്ന് കണ്ടപ്പോൾ, ആരുടെയെങ്കിലും അനിഷ്ടം നിന്റെ മേൽ വീണാൽ അനുഗ്രഹം റെഡി. നിന്നെ ആരെങ്കിലും റിജക്ട് ചെയ്താൽ ഒരാൾ ഇഷ്ടപ്പെടാൻ റെഡിയായി നിൽക്കുക. റിജക്റ്റഡ് ആയ സകലരിങ്ങ് പോരെ, യേശു നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാകുക. യാക്കോബിന്റെ കണ്ണിൽ ലേയ അനിഷ്ട എന്ന് കണ്ടപ്പോൾ യഹോവ അങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ അവളുടെ ഗർഭം തുറന്നു. അനിഷ്ട, റിജക്റ്റഡ്, അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. അനുഗ്രഹം ശ്രദ്ധിച്ചോണം. അനുഗ്രഹം, ഒന്നാമതൊരു അനുഗ്രഹം രൂപേൻ. പേര് കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പൊ എന്റെ ഭർത്താവിനെ സ്നേഹിക്കും. ഇവക്ക് ഇതുവരെ ആത്മീയ വെളിപ്പാട് കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്റെ ഭർത്താവിനെ സ്നേഹിക്കും. എടി, രൂപേനെ ഒന്നും കിട്ടിയോണ്ട് നിന്റെ ഭർത്താവ് സ്നേഹിക്കത്തില്ല. ഭർത്താവ് ഇപ്പോഴും റാഹേലിൽ കിടക്കുക. നിന്റെ മേൽ വന്നിരിക്കുന്ന സ്വർഗത്തിലെ സ്നേഹമാണ്. ദൈവം അനുഗ്രഹിക്കുന്നതിന്റെ പദ്ധതി ഞാൻ പറഞ്ഞില്ലേ, അനുഗ്രഹിച്ച്. രൂപൻ കഴിഞ്ഞ് ദൈവം അനുഗ്രഹിക്കുന്നത് നിർത്തിയില്ല. 2ാമത്തെ അനുഗ്രഹം ശിമയോനെ കിട്ടിയപ്പോഴും ആ പേരിന്റെ അർത്ഥം, ഇപ്പൊ എന്റെ ഭർത്താവിനെ സ്നേഹിക്കും. അവന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവൻ റാഹേലിൽ കിടക്കുക. നീ നോക്കണ്ടവനെ നോക്കിക്കൂ. ദൈവം അനുഗ്രഹം നിർത്തത്തില്ല. അനിഷ്ടരെ പിന്നെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. 3ാമത് ലേവി. അത് കിട്ടിയപ്പോഴും ആ പേരിന്റെ ഏകദേശ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ യാക്കോബ് സ്നേഹിക്കും. 3 കിട്ടിയിട്ടും യാക്കോബ് സ്നേഹിച്ചില്ല. പിന്നെ ദൈവം അനുഗ്രഹിക്കുക. 4 യഹൂദ. ലേയ യാക്കോബിന്റെ സ്നേഹം നേടുന്ന പരിപാടി അങ്ങ് നിർത്തി. നീ നിന്റെ പാട്ടിന് പോകും. ഇവൻ യഹൂദ, യഹോവയെ ഞാൻ ഇപ്പൊ സ്തുതിക്കാൻ പോകുക. അവക്ക് അപ്പ വെളിപ്പാട് കിട്ടി. ഇനി ഭർത്താവിന്റെ സ്നേഹമല്ല കാര്യം, ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ പോകുക. മനുഷ്യൻ സ്നേഹിച്ച റാഹേൽ കഷ്ടിച്ച് 2 പ്രസവിച്ചു. മറ്റവള് പ്രസവം. അനുഗ്രഹിച്ച് നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തോ
ബത്ലഹേമിലുള്ള എഫ്രാത്തിൽ ബത്ലഹേമിലുള്ള അവളൊരു മരക്കുറ്റിയുടെ കീഴിലടക്കി. എന്നാൽ പിതൃ പാരമ്പര്യമനുസരിച്ചുള്ള അവകാശം ആരുടെ മേല വന്നെന്നറിയാമോ? ലേയ. യാക്കോബ് പറയുന്നത് അവിടെയാണ് അബ്രഹാം സാറയെ അടക്കിയത്, അവിടെയാണ് ഇസ്ഹാക്ക് റബേക്കയെ അടക്കിയത്, അവിടെയാണ് ഞാൻ ലേയെ അടക്കിയത്. എടാ യാക്കോബേ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ നിന്റെ ഒറിജിനൽ ഭാര്യ ആരാന്ന്? ദൈവം അംഗീകരിച്ചതിനെ ഈ ലോകത്തിൽ ആര് തിരസ്കരിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാലും തിരസ്കരണത്തിന്റെ റിജക്ഷൻ ഉള്ളവരുടെ സംസാരത്തെ ഒരർത്ഥത്തിൽ മോശയുടെ റിജക്ഷൻ മൂലമാണ് ആ ശബ്ദം, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു മുറിവുണ്ടായ, ആ രോഗമുണ്ടായിരുന്നത് എന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. റിജക്റ്റഡ് ആയിട്ടുള്ളവർക്ക് സംസാരിക്കുന്നതിൽ ചിലപ്പോൾ തടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മോശ തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു, യബ്ബേസ് തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു, വിശദീകരിക്കുന്നില്ല. ഇഫ്താഹ് തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. ഇഫ്താഹിന്റെ കാര്യം വലിയ ദുഃഖകരമാകുന്ന കാര്യമാണ്. നാട്ടുകാരെല്ലാം വേശ്യാപുത്രൻ, നീ അപ്പന്റെ അവകാശത്തിൽ നീ അവകാശിയാത്ത ഇറങ്ങടാ. അവന്റെ അമ്മ വേശ്യയായിരുന്നതിനാൽ വേശ്യാപുത്രൻ, നാട്ടുകാരെല്ലാം വേശ്യാപുത്രൻ. ഈ വേശ്യാപുത്രൻ നാട് വിട്ടുപോയി, അവരെ പാർപ്പിച്ചില്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്കെതിരെ ശത്രുത്വം വരുമ്പോൾ, മിദ്യാന്യർ വരുമ്പോൾ, എതിരാളികൾ വരുമ്പോൾ മൂപ്പന്മാരെല്ലാം കൂടി ആരുണ്ട് നമ്മളെ രക്ഷിക്കാൻ? അപ്പോൾ അറിവുള്ളൊരുത്തം പറഞ്ഞു, ആ ഇഫ്താഹിനെ വിളിച്ചുകൊണ്ട് വന്നാൽ നടക്കും. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുടനെ പ്രോഗ്രസ് കാർഡ്, ആഹാ 75% ഉള്ളോ? എവിടായിരുന്നടാ കഴുതേ, നല്ലതുപോലെ പഠിക്കടാ. നോ, പ്രോഗ്രസ് കാർഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് നീ നിന്റെ കുഞ്ഞിനെ അംഗീകരിക്കേണ്ടത്. 75 60 40 നിന്റെ കുഞ്ഞിനൊരു ബോധ്യമുണ്ടാകണം, ഞാൻ തോറ്റാൽ പോലും എന്നെ ആ തോൽവിയുടെ നടുവിലും തിരസ്കരിക്കാത്തൊരപ്പനും അമ്മയും ഉണ്ട്. അവൻ സ്കൂളിൽ ചെന്ന് SSLCയുടെ റിസൾട്ട് നോക്കി തോറ്റു. എല്ലാവരും പറയുന്നു തോറ്റോടാ. അവിടെ ഒറ്റപ്പെടലിൽ അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കണമെങ്കിൽ അവനൊരു ഉറപ്പുണ്ടായിരിക്കണം. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പപ്പായും മമ്മിയും പറയും, മോനെ സാരമില്ലടാ, ഒരു കുഴപ്പമില്ലടാ. പ്രോത്സാഹിപ്പിക്കുന്ന, തോൽവിയുടെ നടുവിലും അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടം അവർക്കുണ്ടായിരിക്കണം. മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്, അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. ഒരു ഡെറാഡൂണിൽ നിന്നൊരു ഫാമിലി കുഞ്ഞു തോറ്റുപോയി, 7ാം ക്ലാസ്സിൽ തോറ്റുപോയി. അമ്മയുടെ പ്രതികരണം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അമ്മ പറയുകയാണ്, മൂത്തവന് പഠിക്കാൻ ഇച്ചിരി മിടുക്കനാണ്, എന്നാൽ ഇവൻ എത്ര ഇവൻ 7 സാരമില്ല, അവൻ തോറ്റെങ്കിൽ അവനാണ് ഞങ്ങളുടെ നടുവിലെ അഭിഷക്തൻ, വർഷിപ്പ് ലീഡർ. അയ്യോ, അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആശ്വാസം എന്തായിരിക്കും? 7 തോറ്റതിന് അമ്മ എന്നെ കുറ്റം പറയുകയല്ല, അമ്മ പറയുന്നത് 7 തോറ്റവൻ വർഷിപ്പ് ലീഡറാണ്. അംഗീകരിക്കുന്ന സ്നേഹം, ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവം നിന്റെ ഗുണമേന്മകൾ കൊണ്ടല്ല ദൈവം നിന്നെ അംഗീകരിക്കുന്നത്. ദൈവത്തിന്റെ ഗുണമേന്മയെ അടിസ്ഥാനമാക്കിയാണ് ദൈവം വ്യക്തികളെ അംഗീകരിക്കുന്നത്. അതാണ് പ്രോഡിഗൽ സണ്ണിന്റെ ജീവിതത്തിൽ ഉണ്ടായത്, മുടിയനായ പുത്രന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അവൻ ആ പന്നികളെ മേയിക്കുന്ന ഇടത്തായിരുന്നപ്പോൾ എല്ലാം തകർന്നു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ടായിരിക്കും ഇറങ്ങുന്നത്. അങ്ങനെ പോയി എല്ലാം വിറ്റു. ടൈ വിറ്റ് കള്ളു കുടിച്ചു, വാച്ച് വിറ്റ് കള്ളു കുടിച്ചു, കോട്ട് വിറ്റ് കള്ളു കുടിച്ചു, ഷൂസ് വിറ്റ് കള്ളു കുടിച്ചു. ഒടുവിൽ ഇപ്പോൾ ഒരു ബർമൂഡ മാത്രമായി കാണും. ഞാൻ പറയട്ടെ, അങ്ങ് തകർന്ന് തരിപ്പണമായാലും, അങ്ങ് അടിത്തട്ടിലെത്തിയാലും അവിടെ നിന്നുകൊണ്ട് ദൈവസ്നേഹത്തെ സംശയിക്കരുത്. എന്നെ ഇനി ദൈവം സ്നേഹിക്കുമോ? ഞാൻ ഇത്രയും വലിയ കുടിയനായി പോയില്ലേ, ഇത്രയും വലിയ പാപിയായി പോയില്ലേ, എന്നെ ഇനിയും ദൈവം എന്നെ ഇനി സ്നേഹിക്കുമോ? നിന്നെ ഇനി ദൈവമേ സ്നേഹിക്കത്തുള്ളൂ. ഉടനെ പ്രോഗ്രസ് കാർഡ്, ആഹാ 75% ഉള്ളോ? എവിടായിരുന്നടാ കഴുതേ, നല്ലതുപോലെ പഠിക്കടാ. നോ, പ്രോഗ്രസ് കാർഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് നീ നിന്റെ കുഞ്ഞിനെ അംഗീകരിക്കേണ്ടത്. 75 60 40 നിന്റെ കുഞ്ഞിനൊരു ബോധ്യമുണ്ടാകണം, ഞാൻ തോറ്റാൽ പോലും എന്നെ ആ തോൽവിയുടെ നടുവിലും തിരസ്കരിക്കാത്തൊരപ്പനും അമ്മയും ഉണ്ട്. അവൻ സ്കൂളിൽ ചെന്ന് SSLCയുടെ റിസൾട്ട് നോക്കി തോറ്റു. എല്ലാവരും പറയുന്നു തോറ്റോടാ. അവിടെ ഒറ്റപ്പെടലിൽ അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കണമെങ്കിൽ അവനൊരു ഉറപ്പുണ്ടായിരിക്കണം. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പപ്പായും മമ്മിയും പറയും, മോനെ സാരമില്ലടാ, ഒരു കുഴപ്പമില്ലടാ. പ്രോത്സാഹിപ്പിക്കുന്ന, തോൽവിയുടെ നടുവിലും അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടം അവർക്കുണ്ടായിരിക്കണം. മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്, അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. ഒരു ഡെറാഡൂണിൽ നിന്നൊരു ഫാമിലി കുഞ്ഞു തോറ്റുപോയി, 7ാം ക്ലാസ്സിൽ തോറ്റുപോയി. അമ്മയുടെ പ്രതികരണം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അമ്മ പറയുകയാണ്, മൂത്തവന് പഠിക്കാൻ ഇച്ചിരി മിടുക്കനാണ്, എന്നാൽ ഇവൻ എത്ര ഇവൻ 7 സാരമില്ല, അവൻ തോറ്റെങ്കിൽ അവനാണ് ഞങ്ങളുടെ നടുവിലെ അഭിഷക്തൻ, വർഷിപ്പ് ലീഡർ. അയ്യോ, അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആശ്വാസം എന്തായിരിക്കും? 7 തോറ്റതിന് അമ്മ എന്നെ കുറ്റം പറയുകയല്ല, അമ്മ പറയുന്നത് 7 തോറ്റവൻ വർഷിപ്പ് ലീഡറാണ്.
അംഗീകരിക്കുന്ന സ്നേഹം. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവം നിന്റെ ഗുണമേന്മകൾ കൊണ്ടല്ല ദൈവം നിന്നെ അംഗീകരിക്കുന്നത്. ദൈവത്തിന്റെ ഗുണമേന്മയെ അടിസ്ഥാനമാക്കിയാണ് ദൈവം വ്യക്തികളെ അംഗീകരിക്കുന്നത്. അതാണ് പ്രോഡിഗൽ സണ്ണിന്റെ ജീവിതത്തിൽ ഉണ്ടായത്, മുടിയനായ പുത്രന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അവൻ ആ പന്നികളെ മേയിക്കുന്ന ഇടത്തായിരുന്നപ്പോൾ എല്ലാം തകർന്നു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ടായിരിക്കും ഇറങ്ങുന്നത്. അങ്ങനെ പോയി എല്ലാം വിറ്റു. ടൈ വിറ്റ് കള്ളു കുടിച്ചു, വാച്ച് വിറ്റ് കള്ളു കുടിച്ചു, കോട്ട് വിറ്റ് കള്ളു കുടിച്ചു, ഷൂസ് വിറ്റ് കള്ളു കുടിച്ചു. ഒടുവിൽ ഇപ്പോൾ ഒരു ബർമൂഡ മാത്രമായി കാണും. ഞാൻ പറയട്ടെ, അങ്ങ് തകർന്ന് 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 തരിപ്പണമായാലും, അങ്ങ് അടിത്തട്ടിലെത്തിയാലും അവിടെ നിന്നുകൊണ്ട് ദൈവസ്നേഹത്തെ സംശയിക്കരുത്. എന്നെ ഇനി ദൈവം സ്നേഹിക്കുമോ? ഞാൻ ഇത്രയും വലിയ കുടിയനായി പോയില്ലേ, ഇത്രയും വലിയ പാപിയായി പോയില്ലേ, എന്നെ ഇനിയും ദൈവം എന്നെ ഇനി സ്നേഹിക്കുമോ? നിന്നെ ഇനി ദൈവമേ സ്നേഹിക്കത്തുള്ളൂ. അതാ അതിന്റെ മറുപടി എന്ന് പറയുന്നത്. സകല തകർച്ചയുടെ നടുവിൽ ഈ മുടിയനായ പുത്രന് എവിടെ നിന്ന് ഈ വിവേകം ലഭിച്ചു? അവൻ ആ തകർന്ന് 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 അങ്ങ് അടിത്തട്ടിലെത്തിയപ്പോൾ അവൻ അപ്പോഴും അറിയാം, ഇപ്പോൾ ഞാൻ മടങ്ങി വീട്ടിൽ ചെന്നാലും എൻ്റെ അപ്പൻ എന്നെ അംഗീകരിക്കും. അതാണ് സ്വർഗീയ പിതാവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അവൻ മടങ്ങി വരികയാ, അപ്പന്റെ വീട്ടിലേക്ക് അവൻ മടങ്ങി വരിക. ഇവൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇവന്റെ ഭാര്യ പോലും ഇപ്പോൾ ഇവനെ കണ്ടാൽ മനസ്സിലാകത്തില്ല. വർഷം ചിലപ്പോൾ മാസങ്ങളായിട്ട് കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, കുളിക്കുവാനോട് വെള്ളമില്ല, ക്ഷാമമായി പോയില്ലേ, താടിയെല്ലാം വളർന്നു, ഷേവ് ചെയ്തിട്ടില്ല, മുടിയെല്ലാം ജട പിടിച്ചിരിക്കുന്നു, വളർന്നു, കണ്ണെല്ലാം കുഴിഞ്ഞു ഉരുണ്ട്. ഇവൻ 90 കിലോ ഉള്ളവൻ ഇപ്പോൾ 45 കിലോ ആയി, പെൻസിലായി, ബർമൂഡ മാത്രം ഇട്ടിരിക്കാൻ. നാറും അടുത്തു വന്നാൽ അയ്യോ നാറ്റം. നടന്നു വരികയാണ് അവന്. അവന്റെ സ്വന്തം ഭാര്യ കണ്ടാൽ തിരിച്ചറിയുകയില്ല, കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ പോലും അടുത്തു പോകാൻ ആഗ്രഹിക്കത്തില്ല. കാരണം നാറുന്നവന്റെ പോയെന്ന് പല്ല് തേച്ചിട്ട് വാ, എന്നാ അടുത്ത് വരാം. ആ പരുവത്തിലാണ് ഇവൻ മടങ്ങി വരുന്നത്, വീട്ടിലേക്ക് മടങ്ങി വരികയാ. ബ്രദർ ഒന്ന് വന്നേ. ആമീൻ. മുടിയനായ പുത്രൻ മടങ്ങി വരികയാ. അവിടുന്ന് മുന്നോട്ട് അവിടെ പോയിട്ട് മുന്നോട്ട് വരുന്നതൊന്ന് ഇങ്ങനെ മടങ്ങി വരും, മുന്നോട്ട് വരരുത്, അവിടെ നിന്ന് മടങ്ങി വരിക. മുടിയനായ പുത്രൻ മടങ്ങി വരിക. അപ്പൻ ഇവനെ കണ്ടാൽ ആരും അംഗീകരിക്കില്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ, അവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൂരവേ നിന്ന് അപ്പൻ ഇവനെ കണ്ടു എന്നാണ്. എന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അപ്പൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, എപ്പോൾ എൻ്റെ മകൻ മടങ്ങി വരും. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ആരുടെയും മകൻ ഇതുപോലെ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ ആ മോൻ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അകത്തെ മുറിയിലോട്ട് കയറി ഇരുന്നിട്ട് പറയും, എടീ ചിന്നമ്മേ, അവൻ വരുന്നുണ്ട്, മാനസാന്തരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും അകത്തോട്ട് കയറി ഒന്ന് ഒതുങ്ങിയിരിക്കട്ടെ, കുറെ ഒന്ന് കരയട്ടെ, നല്ലതുപോലെ ഒന്ന് നെഞ്ചത്തടിക്കട്ടെ, വേണേ കാലയിൽ ഒന്ന് വീഴട്ടെ, എന്നിട്ട് ഞാൻ വരാം. നീ ശരിക്കൊന്ന് പറഞ്ഞേക്കണം, വിട്ടുപോയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. അതാണ് മനുഷ്യ അപ്പന്മാരുടെ സമീപനം എന്ന് പറയുന്നത്. വല്ലതും കിട്ടിയാ സ്നേഹിക്കാം. മാർക്ക് 90% ഉണ്ടെങ്കിൽ കുഞ്ഞെ അംഗീകരിക്കാം. അത് മനുഷ്യ പിതാക്കളുടെ സമീപനമാണ്. എന്നാൽ സ്വർഗീയ പിതാവിന്റെ സമീപനം അതല്ല. സ്വർഗീയ പിതാവ് കാത്തു നിൽക്കുക, മോനപ്പോ വരും. അവൻ നാറുന്നവനാണോ? സാരമില്ല. പല്ല് തേച്ചിട്ടില്ല, സാരമില്ല. അവനൊരു ബർമൂഡ മാത്രമേ, സാരമില്ല. അല്ല, അവനൊന്ന് സ്നാനപ്പെട്ടിട്ട് അംഗീകരിക്കില്ലേ നല്ലത്? അത് സ്വർഗീയ പ്രിൻസിപ്പിൾ അല്ല. അംഗീകരിച്ചിട്ട് സ്നാനപ്പെടുത്തുന്നതാ സ്വർഗീയ പ്രിൻസിപ്പിൾ. അയ്യോ, കളർ സാരിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ആ കളർ സാരി മറ്റൊരു വെള്ള സാരി അതില്ല. കളറിട്ട് തന്നെ ഇങ്ങ് വന്നാൽ മതി, കറുപ്പിട്ട് തന്നെ ഇങ്ങ് വന്നാൽ മതി. മനുഷ്യ നിയമങ്ങൾ കൊണ്ട് നിങ്ങൾ ഇത് കേട്ടുകൊള്ളുക. മനുഷ്യ നിയമം, മനുഷ്യൻ്റെ നിയമം എടുക്കുകയാണ്. ഇനിയുള്ള സഭയിൽ വെള്ള ഉടുപ്പ് ധരിച്ചവരെ മാത്രമേ ഇനി ഈ സഭയിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. അങ്ങനെ മനുഷ്യനൊരു നിയമം വെക്കുമ്പോൾ അപ്പുറത്ത് ദൈവം പുതിയൊരു സഭ തുടങ്ങിയിട്ട് കറുത്ത ഉടുപ്പുള്ളവരെ മാത്രം വെടിവെക്കും. ഇതിന്റെ മർമ്മം അങ്ങ് മനസ്സിലാക്കിയാൽ മതി. കറുത്ത ഉടുപ്പും നിറവും ഒന്നും മനസ്സിലാക്കണ്ട, അതിനകത്തെ ആത്മീക അർത്ഥം അങ്ങ് മനസ്സിലാക്കിയാൽ മതി. മനുഷ്യ നിയമങ്ങൾ അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം നിയമങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യനുമായി ഇടപെടുമ്പോൾ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന് നിയമമാണോ വലുത്, സ്നേഹമാണോ വലുത്? സ്നേഹം വലുത്. നീ നിന്റെ നിയമം കെട്ടുകണക്കിന് നിയമമായിട്ടിരിക്കുക. നിന്റെ നിയമം തട്ടിക്കളഞ്ഞിട്ട് നിന്റെ സകല നിയമങ്ങൾക്കും വിരുദ്ധമായി ദൈവം മനുഷ്യനെ വിടുവിക്കും. അതിനുവേണ്ടി ആ ചങ്കിലെ അവസാന തുള്ളി രക്തം വരെ സ്നേഹം ക്രൂശിക്കൊടുത്തത്. നിങ്ങളുടെ നിയമം വെച്ചുകൊണ്ട് ഈ കുലത്തിൽപ്പെട്ടവരൊക്കെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. വെളുത്തിരിക്കുകയാണോ? ഇങ്ങോട്ട് കയറിക്കോ. കറുപ്പാണോ? അങ്ങോട്ട് മാറി നിൽക്കുക. ഇതല്ല ദൈവത്തിന്റെ പരിപാടി. ഈ ഭൂമിയിൽ ജനിച്ചതിനെ മുഴുവൻ വിടുവിക്കുവാൻ വേണ്ടിയാണ് കാൽവറിയിൽ അവിടുന്ന് പരമയാഗമായി തീർന്നത്. അകത്ത് കയറട്ടെ,
പുതിയ തലമുറയിലെ അഭിഷക്തന്റെ ഉള്ളിൽ കയറട്ടത്, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. അപ്പൻ ഓടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന്റെ ഓട്ടത്തിന്റെ വേഗത കൂടി. ഇവന് കുറെ കൂടെ ധൈര്യമായി എന്നെ അംഗീകരിക്കാൻ അപ്പൻ റെഡി ആയിരിക്കുക, ഓടി വരിക. പല്ല് തേക്കണ്ട, കുളിക്കണ്ട, പാൻസ് ഇടണ്ട. നീ ഏത് പരുവത്തിലായിരിക്കുന്നത്? കുടിച്ച് തകർന്നിരിക്കുകയാണോ? ആ പരുവത്തിൽ തന്നെ വാ. നിന്നെ അംഗീകരിച്ചതിന് ശേഷം ഞാൻ രൂപാന്തരപ്പെടുത്തിക്കോളാം. God accepts us not based on our past success, but on the success of Jesus on the cross. Success or accomplishment don't determine the worth of a person. Idu kettono. Success or accomplishment don't determine the worth of a person, and neither do performance, achievements, or even the number of people who love and respect us. Our worth is based totally and solely on the declaration of God. For God so loved the world, nothing can change this fact. നീ തോറ്റ് തൊപ്പിയിട്ടു, എന്നാലും ദൈവം നിന്നെ അംഗീകരിച്ചുകൊണ്ടിരിക്കും. നീ 100 വർഷം പ്രസംഗിച്ചു, ഒറ്റ ആത്മാവ് പോലും രക്ഷിക്കപ്പെട്ടില്ല, നിന്റെ ശുശ്രൂഷ തോറ്റ് തൊപ്പിയിട്ടു, എന്നാലും കർത്താവ് നിന്നെ പൊക്കിയെടുത്തോണ്ട് നടക്കുന്നു. കർത്താവ് നാട്ടുകാരോടെല്ലാം പറയും, ഇവൻ എന്റെ അപ്പോസ്തലനാ. നാട്ടുകാരെല്ലാം ചോദിക്കാം, അപ്പോസ്തലനായിട്ട് എവിടാ സഭ? നാട്ടുകാർക്ക് മനസ്സിലാകത്തില്ല. ഈ അപ്പോസ്തലൻ ചെയ്തത് എന്താണെന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ജയിക്കുന്നവരെ മാത്രം അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ്. എന്നാൽ എന്റെ ദൈവം തോക്കുന്നവരെ അംഗീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കാശുള്ളവന്റെ മുൻപിൽ സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന സമൂഹമാണ്. എന്നാൽ പട്ടിണിക്കാരനെ തോളത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന ദൈവമാ എന്റെ ദൈവം. ഈ റിജക്ഷൻ മൂലം മുറിവുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശു നിങ്ങളെ ഇന്ന് സൗഖ്യമാക്കുവാൻ പോകുകയാണ്. ആമേൻ. ഞങ്ങൾ അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജി ആൻഡ്രൂസ് അവറുകളും നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട്, ആന്തരിക സൗഖ്യം എന്ന വിഷയത്തിൽ വളരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ ആ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ശക്തമാകുന്ന അകത്ത് യേശുവിന്റെ സ്പർശനം വരുന്നു. ആന്തരിക സൗഖ്യം ഉടനടി നടക്കുന്നത് എനിക്ക് അറിയുവാനും കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. ആമേൻ. ഏറ്റവും അവസാനത്തെ ഭാഗം കൂടി ഞാൻ പറയട്ടെ. 1, സ്നേഹം ലഭിക്കാതെ പോയി. 2, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്. ആൻഡ് 3, റിജക്ഷൻ. ആൻഡ് ഫൈനലി ഷോക്കിംഗ് ഇൻസിഡൻസ്, ഞെട്ടിപ്പിച്ച സംഭവങ്ങൾ. പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. എത്ര പ്രാവശ്യമാണ് പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞത്? 3 പ്രാവശ്യം. എത്ര പ്രാവശ്യമാണ് പത്രോസിനോട് യേശു ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്? 3 പ്രാവശ്യം. ഒരർത്ഥത്തിൽ ഒരു ആന്തരിക സൗഖ്യ ശുശ്രൂഷ തന്നെയാണ്. തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് തന്നെ യേശു പറയിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇല്ലെങ്കിൽ പത്രോസ് ആ വേദനയും വഹിച്ചുകൊണ്ട് നാളുകൾ പ്രയോജനപ്പെടാതെ ഏതെങ്കിലും മുറിയിൽ കുത്തിയിരിക്കുമായിരുന്നു. ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ. എന്നാൽ പൊടുന്നനവേ യേശു വന്ന് സൗഖ്യമാക്കിയതിനാൽ 50-ാം ദിവസം, സംഭവം നടന്ന 50-ാം ദിവസം, ഒരു 3000 പേരെ നേടുന്ന ആത്മശക്തിയോടുകൂടെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെട്ടു. നിനക്ക് ഒരു വലിയ ദുരന്തമുണ്ടായെന്ന് കരുതി 40 വർഷം നഷ്ടമാക്കരുത്. ദുരന്തമുണ്ടായി, ശരി തന്നെ. ആ ദുരന്തത്തിന് ചിലപ്പോൾ ചില ദിവസങ്ങൾ ദുഃഖം അനുഭവിച്ചെന്നിരിക്കും. ആ ദുഃഖത്തിൽ നിന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് മുറിവുകളെ ഉണക്കി ആ ദുരന്തത്തെ പിന്നിൽ തള്ളിയിട്ട് നീ കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സംഭവങ്ങൾ സൃഷ്ടിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ, ഷോക്കിംഗ് ഇൻസിഡൻസ്. ഒറ്റ ഉദാഹരണത്തോടുകൂടെ അവസാനിപ്പിക്കാം. ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചൈൽഡ് അബ്യൂസസ് ഉണ്ട്, കള്ളനാക്കിയ സംഭവമുണ്ട്, അങ്ങനെ മരണം വരുത്തി വെച്ച ഡിപ്രഷൻസ്. ആ നിലകളിൽ 2 ശമൂവേൽ 13-ാമത്തെ അധ്യായത്തിൽ അബ്നേർ എന്ന് പറയുന്ന, താമാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ദാവീദിന്റെ മറ്റൊരു മകൻ ചെയ്യുന്ന, അതൊക്കെ ഷോക്കിംഗ് ഇൻസിഡൻസ് ആണ്. ഞാൻ ഗ്വാളിയാറിലായിരുന്നപ്പോൾ ഒരു സഹോദരി ഡിപ്രഷന്റെ ക്രോണിക് സ്റ്റേജിലായിരിക്കുന്നു. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനും എൻ്റെ ഭർത്താവും കൂടെ സ്കൂട്ടറിൽ പോകുകയായിരുന്നു, ഒരു ബസ് വന്നിടിച്ചു, ഞാൻ ഇടതുവശത്തേക്ക് വീണു. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ വലതുവശത്തേക്ക് വീണ ഭർത്താവിന്റെ തലയിലൂടെ ബസ് കയറി ഇറങ്ങുകയാണ്. ഷോക്ക്, ഞെട്ടിപ്പോയി. ഇന്നും ആ ഷോക്കിൽ നിന്ന് തനിക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല. ഡീപ് ലെവൽ ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്നു, ക്രോണിക് ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്നു. ഏത് ശൂന്യതകളാണെങ്കിലും, ഏത് ഞെട്ടിപ്പിച്ച സംഭവങ്ങളാണെങ്കിലും നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ യേശു വിടുവിക്കുവാൻ വിശ്വസ്തനാണ്.
മരണം തന്നെ ശൂന്യത സൃഷ്ടിക്കുന്നത് അവിടെ സൗഖ്യമാക്കുമ്പോൾ ദൈവം ഉടനടി ആശ്വാസം. മരണം ഇതുപോലുള്ള ദുരന്തങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ആർക്കും അറിയില്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എന്നാൽ കർത്താവ് ഒരു ദുരന്തവും നമ്മുടെ മേൽ അയക്കുന്നില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ഒരപകടവും കർത്താവ് അയക്കുന്നില്ല. ആമേൻ. ആ ദുരന്തങ്ങളുടെ നടുവിൽ മനോഭാവം ശരിയായാൽ മതി. നിങ്ങൾക്ക് മത്തായിയുടെ സുവിശേഷം 2:17 ഒരു വാക്യം കാണുവാൻ കഴിയുന്നു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, റാഹേൽ തന്റെ മക്കളെ ചൊല്ലിക്കരഞ്ഞു, അവർ ഇല്ലായകിയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. ആ മക്കൾ മരിച്ച ഉടനടി തന്നെ ദൈവം ഉടനടി കൊടുത്തു, ആശ്വാസം കൊടുത്തു. ഏത് ദുരന്തത്തിൽ നീ ആയിരിക്കുന്നു ആ ദുരന്തത്തിൽ ഉടനടി ദൈവം തരുന്നത് ഒരടി കൂടെ അല്ല, നിനക്ക് ആശ്വാസമാണ് തരുന്നത്. പക്ഷെ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മൾ തിരസ്കരിക്കും. എന്തുകൊണ്ടാ എന്നോട് ഇത് ചെയ്തത്? ഇവിടെ നിന്നോട് ചെയ്ത് ദൈവമല്ല ചെയ്തത്. ദൈവം ഒരു തിന്മയും നിനക്കെതിരെ ചെയ്യുന്നില്ല. അതിന്റെ പിന്നിൽ ഈ ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ട്. ഇവിടെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ദൈവം ഉള്ളത് കൊണ്ടാണ് നീ ഇവിടെ നിലനിൽക്കുന്നത്. അവൻ നിന്നെ പിടിച്ചത് കൊണ്ടാണ് അവന് നിന്നെ പൂർണ്ണമായി തകർക്കുവാൻ കഴിയാത്തത്. ദൈവം നിനക്ക് ആശ്വാസം തരികയാണ്. നീ ആശ്വാസം തിരസ്കരിക്കാതെ സ്വീകരിക്കുകയാണെങ്കിൽ ആ ദുരന്തത്തിൽ നിനക്ക് പുറത്തു വരുവാൻ കഴിയും. ഞാൻ വലിയൊരു ദുരന്തത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. 2002 ഞാൻ അരുണാചൽ പ്രദേശിൽ നിന്ന് മടങ്ങി വന്നു. എൻ്റെ വൈഫ് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം വൈഫിൻ്റെ മദറും അരുണാചലിലെ ചില വിശ്വാസികളും അവരെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്ത് വരികയാണ്. രാവിലെ ഫെബ്രുവരി 2 രാവിലെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. രാവിലെ 4 മണിയായപ്പോഴേ ഞാൻ അവിടെ എത്തി. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. പ്ലാറ്റ്ഫോം 2 വന്നു. ഞാൻ നിന്ന ഈ സ്ഥലത്ത് നിന്ന് അവരിറങ്ങുന്ന ബോഗി കുറെ പിന്നിലായിരുന്നു. ഞാൻ പുറകിലോട്ട് ഓടിച്ചെന്നപ്പോൾ ഒത്തിരി പെട്ടികൊണ്ട് എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾ ഇറങ്ങി. പെട്ടികളെല്ലാം പുറത്തിറക്കുകയാണ്. ട്രൈബൽസ് ആയിട്ടുള്ള ബിലീവേഴ്സ് എല്ലാം താഴെ ഇറങ്ങി. അവരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മ അതിനകത്ത് നിൽക്കുകയാണ്. അമ്മ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ട്രെയിൻ മൂവ് ചെയ്യുകയാണ്. ഞാൻ ട്രെയിനിന്റെ കൂടെ ഓടിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇറങ്ങരുത്, അടുത്ത സ്റ്റേഷനിൽ ചെങ്ങന്നൂരിൽ വന്ന് ഞാൻ പിക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. ആ ട്രെയിൻ മുന്നോട്ട് പോയി, സ്പീഡ് കൂടി. 50 മീറ്റർ ഞാൻ മുന്നോട്ട് നോക്കി നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് ആരുടെയോ 2 പേരുടെ കയ്യിൽ തൂങ്ങി 80-85 കിലോ വെയിറ്റ് ഉണ്ട് അമ്മയ്ക്ക്. നല്ല ഭാരമുണ്ട്. കയ്യിൽ തൂങ്ങി എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചാടുകയാണ്. ആ ചാട്ടം ഒരു നിമിഷം അകത്തേക്ക് പോയി. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ 100 കണക്കിന് കഷ്ണങ്ങളായി ചിതറിപ്പോയി. ഇവിടെ രസകരമാവുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അന്ന് പോലീസ് വന്നപ്പോൾ ഫോട്ടോഗ്രാഫറെ വിളിക്കണമെന്ന് പറഞ്ഞു. ഫോട്ടോഗ്രാഫറെ വിളിച്ചു. അന്ന് ഫോട്ടോ എടുത്ത ആ ഫോട്ടോഗ്രാഫർ ഇവിടെ ഇരിപ്പുണ്ട്. ബ്രദർ ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഇദ്ദേഹം ഒരു ബിലീവർ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ പക്കൽ ഇന്നും ആ ഫോട്ടോകളുണ്ട്. ഞങ്ങളത് മേടിക്കാൻ പോയിട്ടില്ല. ആ ഫോട്ടോ എടുത്ത ഈ സഹോദരന് ഈ യോഗത്തിൽ എങ്ങനെ വന്നു? 1000 കഷ്ണങ്ങളായിപ്പോയി. നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയുമോ? അപ്പനില്ലാതെ വളർന്ന ഒരു സഹോദരിയാണ് എൻ്റെ ഭാര്യ. 3-ാം വയസ്സിൽ അപ്പൻ ഇതുപോലൊരു അപകടത്തിൽ മരിച്ചുപോയി. ഇവിടെ വീണ്ടും ഒരു ദുരന്തത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ കർത്തൃ ശുശ്രൂഷയിൽ ഇങ്ങനെ മുന്നോട്ട് കാൽ വയ്ക്കുവാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു വലിയ ദുരന്തത്തിന്റെ നടുവിലാണ്. വേണമെങ്കിൽ ആ ദുരന്തത്തിൽ തന്നെ എനിക്ക് ഇന്നും ജീവിക്കാമായിരുന്നു. എന്നോട് എന്തിനാ ഇത് ചെയ്തത്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കത്തില്ല. ആ ദുരന്തത്തിലും ഒളിഞ്ഞു കിടന്നൊരു അനുഗ്രഹമുണ്ട്. ഞാൻ പറയും, എല്ലാ ദുരന്തങ്ങളിലും ഒരു അനുഗ്രഹം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ദുരന്തമൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതേ അല്ല. ആ ദുരന്തത്തിൽ നിന്റെ മനോഭാവം ശരിയാണെങ്കിൽ ഒരു അനുഗ്രഹം ഒളിഞ്ഞു കിടക്കും. എൻ്റെ മനോഭാവം ശരിയായിരുന്നു. ആ മനോഭാവം ശരിയായതിനാലാകുന്നു ഈ ടീച്ചിങ്ങുമായിട്ട് ആ ദുരന്തത്തിലൂടെ ഞെരുങ്ങി ഞാൻ പുറത്തു വന്നപ്പോൾ 10,000-ങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ ആലോചനകൾ മുഴുവൻ ദൈവം എന്നെ പഠിപ്പിച്ചു. ആ ദുരന്തത്തിന്റെ നടുവിൽ ഒളിഞ്ഞു കിടന്നിരുന്നില്ലേ ഒരു നന്മ? ആ ദുരന്തത്തിൽ വേണേ ഇന്നും എനിക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ നടുവിൽ പ്രയോജനപ്പെടുന്നത്. നിങ്ങളൊരു ദുരന്തത്തിലൂടെ കടന്നുപോയോ? യേശുവിന് മാത്രമേ നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു തിന്മയും അവനിൽ നിന്ന് പുറപ്പെടുന്നില്ല. നിന്റെ മനോഭാവം ശരിയാണെങ്കിൽ ഇന്ന് കർത്താവ് നിന്നെ തൊടുവാൻ, അവൻ നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. ഞാൻ ഓർമ്മകളെ സൗഖ്യമാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. എൻ്റെ ഈ ഓർമ്മ സൗഖ്യമായി. ഞങ്ങളുടെ 2 പേരുടെയും ഓർമ്മ സൗഖ്യമായി. ആ ഓർമ്മ സൗഖ്യമായതുകൊണ്ടാണ്. ആ സംഭവം ഇന്നും ഓർക്കുന്നുണ്ട്. ആ ബ്രദറിന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്നും ആ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ആ ഓർമ്മയിൽ വേദനയില്ല, ആ ഓർമ്മയിൽ പരാതിയില്ല, ആ ഓർമ്മയിൽ പീഡനമില്ല, ആ ഓർമ്മയിൽ അയ്യോ ഇത് സംഭവിച്ചല്ലോ. നോ, ആ ഓർമ്മകളെ കൃപയാൽ കർത്താവ് സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ യേശു ഇന്നിവിടെ വന്നിട്ടുണ്ട്. എന്നെ പോലെ തകർന്ന തരിപ്പണമായ ഒരു മനുഷ്യനെ കർത്താവിന് വിടുവിച്ചെടുക്കാൻ, നന്നാക്കിയെടുക്കാൻ, ഒരു ഫാക്ടറിയിലും നന്നാകത്തില്ലായിരുന്നു ഞാൻ. എന്നെ ഒരു പരുവത്തിൽ നന്നാക്കിയെടുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെങ്കിൽ നിങ്ങളെ എത്ര മനോഹരമാക്കുവാൻ കർത്താവ്.
എങ്ങനെയാണ് നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയുന്നത്? ഒരു ലോങ് പ്രിൻസിപ്പിളാണ്. സിമ്പിളായിട്ട് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. വളരെ സിമ്പിൾ. വിടുതൽ എന്ന് പറയുന്നത്, വ്യക്തികളുടെ തടസ്സത്തിന്റെ കാരണം എന്ന് പറയുന്നത് സെൽഫ് സെന്റേഡ് ആണ്. എന്റെ പ്രശ്നം, എന്റെ മരണം, എന്റെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ, എന്റെ ദുരന്തം, എന്റെ ദുഃഖം, എന്റെ സ്നേഹം. നോ, അവിടെ നിൽക്കരുത്. നീ നിന്റെ 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 മൈ 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 അവിടെ നേരെ തിരിയുമ്പോൾ നിങ്ങൾക്ക് കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ, രക്തവും ചിന്തിയേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ ആത്മ നിങ്ങളുടെ നോട്ടം നേരെ ക്രൂശിലേക്ക് മാറ്റുക. ക്രൂശിൽ നിങ്ങൾക്ക് എന്താണ് കാണുവാൻ കഴിയുന്നത്? തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തി തൂങ്ങിക്കിടക്കുന്നു. നിങ്ങൾക്കറിയാമോ, യേശു റിജക്റ്റഡാ. യേശുവിന് ആ റിജക്ഷൻ ഒന്നും തൊട്ടുപോലുമില്ല. അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കഴിഞ്ഞപ്പോൾ ജോസഫ് പെട്ടെന്ന് അവളെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം, മറിയെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം. എന്തുകൊണ്ടാ? യേശു ഉദരത്തിൽ ഉരുവായതിനാൽ. കുഞ്ഞിനെതിരെയല്ലേ ആ ആരോപണം? കുഞ്ഞിനെതിരെ ആരോപണം ഉന്നയിച്ച് യോസഫ് തിരസ്കരിക്കുകയാണ്. ഉദരം മുതൽ തന്നെ നാം ഒക്കെ അനുഭവിച്ച പീഡനം യേശു അനുഭവിച്ചു. പക്ഷെ യേശുവിനെ തൊട്ടില്ല. ഞാനും നിങ്ങളും റിജക്റ്റഡ് ആയതുപോലെ യേശു റിജക്റ്റഡ് ആയില്ല. യേശുവിനെ അത് സ്പർശിക്കുകയില്ല. യോസഫ് ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൂതൻ വന്ന് സംസാരിച്ചിട്ടാണ് യോസഫ് ആ തീരുമാനം മാറ്റിയത്. അന്നു മുതൽ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തിരസ്കരിക്കപ്പെട്ടു. അവനിലൊരു ഭൂതമുണ്ട്. ബേൽസബൂലിനെ കൊണ്ട് അവൻ ആ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. നാട്ടുകാരെല്ലാം തിരസ്കരിച്ചു. യേശുവിനെ അതൊന്നും സ്പർശിച്ചില്ല. തിരസ്കരിച്ച് 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 ഗതസമന സ്വന്തം ശിഷ്യന്മാരെല്ലാം ഓടി. കൂടെ നിൽക്കും, ചത്തുകളയും നല്ലതാ. ഓടി. സകലരും പോയപ്പോൾ ഒറ്റപ്പെട്ടു. പക്ഷേ അവിടെ എങ്ങും കർത്താവിന് തിരസ്കരണം കർത്താവിനെ സ്പർശിച്ചില്ല. നടന്നു. പീലാത്തോസ്, ഹന്നാഫ് ഒക്കെ കയറി ഇറങ്ങി, കുരിശു പേറി ഗോൽഗൊത്തയിൽ ആണികളാൽ ഉയർത്തപ്പെട്ടു. സന്ധികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. തൂങ്ങിക്കിടക്കുകയാണ്. 1 മണിക്കൂറൊന്നുമല്ല, 6 മണിക്കൂർ. നിങ്ങൾ വിചാരിക്കും യേശു ചില നിമിഷങ്ങൾ മാത്രമേ നരകതുല്യമാകുന്ന യാതന അനുഭവിച്ചു എന്നോ. അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ യേശുവിന് ഒരു പ്രത്യേക ഭാഗം യേശുവിനെ സ്പർശിച്ചു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൊടുന്നനെ യേശു നോക്കിയപ്പോൾ അനന്തഭൂതകാല നിത്യത മുതൽ ഇന്നുവരെ തിരസ്കരിക്കപ്പെടാത്ത ഒരു ഇടത്തു നിന്ന്, ബന്ധം വിച്ഛേദിക്കപ്പെടാത്ത ഒരിടത്തു നിന്ന് പിതാവിന്റെ മുഖം തിരിയുന്നു. എന്റെയും നിന്റെയും പാപവും ദുരന്തവും വേദനയും രോഗവും തകർച്ചയും എല്ലാം വഹിക്കുന്ന നിമിഷത്തിൽ പിതാവ് മുഖം തിരിക്കുകയാ. യേശു അവിടെ തകർന്നുപോയി. അവിടെയാണ് യേശു മനുഷ്യൻ, ഹ്യൂമാനിറ്റി, ഡിവിനിറ്റി അല്ല, ഹ്യൂമാനിറ്റി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എലോഹി എലോഹി ലമാ ശബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അടുത്ത 3 മണിക്കൂർ, ഒരു നിമിഷമൊന്നുമല്ല നരകതുല്യമാകുന്ന പീഡനം യേശു അനുഭവിച്ചത്. 3 മണിക്കൂർ. 3 മണിക്കൂർ ഇരുട്ടായിപ്പോയി. ഇരുട്ട് എന്തിനെ കാണിക്കുന്നു? ആബ്സെൻസ് ഓഫ് ഗാഡ്. ദൈവം ഇല്ല എന്നതാണ് ഇരുട്ട് കാണിക്കുന്നത്. ഇരുട്ട് 3 മണിക്കൂർ. ആ 3 മണിക്കൂർ നാം അനുഭവിക്കേണ്ട നരകശിക്ഷ കർത്താവ് അനുഭവിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്നറിയാമോ? നിന്റെ അമ്മ ട്രെയിനിന്റെ കീഴിൽ പോയതല്ല. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുരന്തം, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കാൽവറി ക്രൂശ. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം വെളിപ്പെട്ടത് എവിടെ നിന്നാണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം വെളിപ്പെട്ടത്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ ആന്തരിക മുറിവുകളെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുവാൻ പോകുകയാണ്. ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ എണ്ണയും വീഞ്ഞും ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഉപയോഗിക്കും. നിങ്ങൾക്കറിയാമോ, യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഒരു മനുഷ്യൻ നടന്നുപോയി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, കള്ളന്മാർ അവനെ പിടിച്ചു, അടിച്ചു, മുറിവേൽക്കപ്പെട്ടവനായി വഴിയരികിൽ അവനെ ഇട്ടിട്ട് പോയി. നമ്മളെല്ലാം കള്ളന്മാരാൽ അടിയേൽക്കപ്പെട്ട് വഴിയരികിൽ മുറിവേൽക്കപ്പെട്ടവരായി കിടന്നവരല്ലേ? മതം വരുന്നു, പുരോഹിതൻ വരുന്നു, മതം 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 റിലീജൻ. മുറിവേറ്റവനെ ഒന്നും കണ്ട് റിലീജന് നിൽക്കാൻ സമയമില്ല. മതം വഴിമാറിപ്പോയി.
പുരോഹിതൻ വഴിമാറിപ്പോയി. നിയമം വരുന്നു, ലേവ്യൻ വരുന്നു. നിയമം, ശാസ്ത്രം മുഴുവൻ പഠിച്ച് അരച്ച് കലക്കി കുടിച്ച് വീർത്ത തലയുമായി ലേവ്യൻ വരുന്നു. മുറിവേറ്റ് കിടക്കുകയാണോ? അയ്യോ, അടുക്കണ്ട, പോയേക്ക. അവനും വഴിമാറിപ്പോയി. എന്നാൽ മൂന്നാമതൊരുവൻ വന്നു, നല്ല ശമരിയക്കാരൻ. അവൻ നടന്നു കുതിരപ്പുറത്ത് വരികയാണ്. നല്ല ശമരിയക്കാരൻ മുറിവേൽക്കപ്പെട്ട് കിടക്കുന്നു. അവനെ കണ്ടിറങ്ങി പെട്ടെന്ന് തന്റെ കയ്യിലുള്ള എണ്ണയെടുത്തു. എണ്ണ അവന്റെ മുറിവുകളിൽ പൂശി, വീഞ്ഞെടുത്തു അവന്റെ മുറിവുകളിൽ പുരട്ടി, വീഞ്ഞവന് കുടിക്കുവാൻ കൊടുത്തു. അവന്റെ മുറിവുകളെ കെട്ടി. മുറിവുകൾ കെട്ടപ്പെട്ടതുകൊണ്ടാ നാം ഇവിടെ ആയിരിക്കുന്നത്. ആ നല്ല ശമരിയക്കാരൻ ഇവിടെയുണ്ട്. അവൻ മുറിവ് കെട്ടിട്ട് നിന്നെ അവിടെ ഇട്ട് പോവുകയില്ല. നിന്നെ കയറ്റും അവന്റെ കുതിരപ്പുറത്ത്. ചില ഇടങ്ങളിൽ നിന്നെ എത്തിക്കുവാൻ പോകുകയാണ്. ചിലയുടെ പുരോഗതിയുടെ മാർഗത്തിൽ നിന്നെ എത്തിക്കുവാൻ പോകുകയാണ്. ചില ഉയർച്ചയുടെ മാർഗത്തിൽ നിന്നെ എത്തിക്കുവാൻ പോകുകയാണ്.